നമുക്കെല്ലാവർക്കും ഇന്നത്തെ പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൂടി വരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചല്ലോ. നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 62-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 9 വേഴ്സ് 62. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. സഹോദരന്മാരെ, നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാ: ക്യാൻ എ പേഴ്സൺ ബി എ ക്രിസ്ത്യൻ ബട്ട് നോട്ട് ബീയിങ് എ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്? യേശു കർത്താവിൻ്റെ ശിഷ്യനല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ വിശ്വാസിയായിരിക്കുവാൻ തക്കവണ്ണം കഴിയുമോ? യേശു കർത്താവിൻ്റെ ശിഷ്യനല്ലാത്ത ഒരു വ്യക്തിക്ക് ക്രിസ്ത്യാനിയായിരിക്കുവാൻ തക്കവണ്ണം കഴിയുമോ? ഞാൻ നിങ്ങളോട് ഭൗതികമായ ഒരു വിഷയത്തെക്കുറിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. സ്കൂളിൽ പഠിക്കാത്ത ഒരു വ്യക്തിക്ക് ടീച്ചറാകാൻ പറ്റുമോ? ഒരു പക്ഷേ ഭൗതികമായ ചില ജീവിത വിഷയങ്ങളെ ഉദ്ദേശിച്ച് ചില കാര്യങ്ങൾ നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയുമെങ്കിലും ഒരു ടീച്ചർ ആകണമെന്നുണ്ടെങ്കിൽ സ്കൂളിൻ്റെ ചട്ടങ്ങളിലൂടെ കടന്നു പോകണം. അതിനുവേണ്ടി ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ്ങിലൂടെ കടന്നു പോകണം. ചില കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു, ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടിയിരിക്കുന്നു, ജീവിതത്തിൽ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ജീവിതത്തിൽ അനുഭവങ്ങളില്ലാത്ത ഒരു വ്യക്തിക്ക് ജീവിത അനുഭവത്തിലേക്ക് മറ്റൊരാളെ നയിക്കുവാൻ തക്കവണ്ണം കഴിയാതെ വരും. ഒരു ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ, ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന് പറയുമ്പോൾ, ലോകം ആ വ്യക്തിയെക്കുറിച്ച് കാണുന്നത് കേൾക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിനെ അനുഭവിച്ചവൻ, ക്രിസ്തുവിനെ അറിഞ്ഞവൻ, ക്രിസ്തുവിൻ്റെ വഴികളിലൂടെ കുറച്ചു കാലമെങ്കിലും നടന്ന വ്യക്തി, ക്രിസ്തുവിനെ കണ്ടിട്ടുള്ള വ്യക്തി, ക്രിസ്തുവിനെ പരിചയപ്പെട്ടിട്ടുള്ള വ്യക്തി. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസി എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമോ, ബൈ ദ വേ, അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. ഡിസൈപ്പിൾസ് വെയർ കോൾഡ് ക്രിസ്ത്യൻസ് ഇൻ ആന്റിയോക്ക്. ആരെയാണ് വിളിച്ചത് ക്രിസ്ത്യാനികളെന്ന്? ശിഷ്യന്മാരെയാണ് വിളിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യം, ക്രിസ്തുവിൻ്റെ ശിഷ്യനല്ലാത്ത ഒരു വ്യക്തിയെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റും: കഴിയുകയില്ല. അപ്പോൾ ആരാണ് ശിഷ്യനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുരുവിൻ്റെ പിന്നാലെ നടക്കുന്നവനാണ് ശിഷ്യൻ. ഒരു ശിഷ്യന് സ്വന്തമായ വഴികളില്ല, ഒരു ശിഷ്യന് സ്വന്തമായ ജീവിത ശൈലികളില്ല, ഒരു ശിഷ്യൻ സ്വന്തമായി തിരഞ്ഞെടുത്ത ഒരു മാർഗങ്ങളുമില്ല, ലക്ഷ്യങ്ങളുമില്ല. ഒരു ശിഷ്യൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഗുരു കാണിച്ചു കൊടുത്ത വഴിയാണ്, അല്ലെ ഗുരു കടന്നുപോയ വഴിയാണ്, അല്ലെങ്കിൽ ഗുരു വിളിക്കുന്ന വഴിയാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇവിടെ കർത്താവ് തൻ്റെ പിന്നാലെ വന്ന ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ലോകത്തിൽ അവരുടെ ചുറ്റും കാണുന്ന ഒരു ഭൗതിക വിഷയത്തെ ആസ്പദമാക്കി ഒരു ഉപമ അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തം എടുത്ത് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുകയാണ്: ഇതാണ് ശിഷ്യത്വത്തിൻ്റെ വഴി. എൻ്റെ പിന്നാലെ ഒരുവൻ വരുവാൻ ആഗ്രഹിച്ചാൽ, എൻ്റെ പിന്നാലെ ഒരുവൻ വരുവാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഇങ്ങനെ ആയിരിക്കണം എന്ന് കർത്താവ് പറയുക. എങ്ങനെയാ? കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്തിനാണ്? ദൈവരാജ്യത്തിലേക്ക് നമ്മളെ ആക്കി തീർക്കാനാണ്. രണ്ട് രാജ്യമുണ്ട്. ഒന്ന് ദൈവരാജ്യമുണ്ട്, ഒന്ന് ഭൗതികമായ ലോകരാജ്യമുണ്ട്. ലോകരാജ്യത്തിലേക്ക് ആളുകളെ ചേർക്കുവാനല്ല കർത്താവ് വന്നത്. പിന്നെയോ താൻ എവിടെ നിന്ന് വന്നുവോ ആ ഫിസിക്കലായിരിക്കുന്ന കിങ്ഡം ഓഫ് ഗോഡിലേക്ക്, തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക്, താൻ എന്നെന്നുമായി വസിക്കുന്ന തൻ്റെ ഇരിപ്പിടത്തിനടുക്കലേക്ക് തൻ്റെ ജനത്തെ കൊണ്ടുപോകാനാണ് കർത്താവ് വന്നത്. അപ്പോൾ കർത്താവ് പറയുക, അങ്ങനെ പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്ന വ്യക്തിയാവരുത്. നമ്മൾ മനസ്സിലാക്കണമേ. ഇത് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പായിട്ട് അതിന് പിന്നിൽ ഒരു ചരിത്രം, ഒരു ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ചിലർ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട്, ഞാൻ നിന്നെ അനുഗമിക്കാം, എന്നാൽ ഞാൻ പോയിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ട് വരാം
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം പീപ്പിൾ വെർ വില്ലിംഗ് ടു ഫോളോ ജീസസ്, ബട്ട് ദേ ഹാഡ് ദെയർ ഓൺ ടൈംസ് ആൻഡ് ദേ ഹാഡ് ദെയർ ഓൺ ടൈമിങ്. അവർക്ക് അവരുടേതായിട്ടുള്ള വഴിയും അവർക്ക് അവരുടേതായിട്ടുള്ള സമയവുമുണ്ട്. അവരാരും കർത്താവിനോട് കൂടെ വരുന്നില്ല എന്ന് പറയുന്നില്ല. കർത്താവിനോട് പറഞ്ഞു ഞങ്ങൾ വരാം, പക്ഷേ ഞങ്ങൾ വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊന്ന് സോർട്ട് ഔട്ട് ചെയ്യട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഇവിടെ ഇരിക്കുന്നവരാരും തന്നെ കർത്താവിൻ്റെ വിളിക്ക് നോ പറയുന്നില്ല, കർത്താവിൻ്റെ അടുക്കൽ വരാൻ പറ്റത്തില്ലെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മളിൽ പലരും വായി കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ തന്നെയും നമ്മുടെ ജീവിതത്തിൻ്റെ രീതികൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിലൂടെ നമ്മൾ പറയുന്നത്, കർത്താവെ വെയിറ്റ് എ മിനിറ്റ്, എനിക്ക് ചില കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്കൊക്കെ ചില ക്രമീകരണങ്ങൾ വരുത്താനുണ്ട്. ആ ക്രമീകരണങ്ങൾ വരുത്തിയ ശേഷം, ചില കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത ശേഷം ഞാൻ നിൻ്റെ പിന്നാലെ വരാം. അവരോട് കൊടുത്ത മറുപടിയായത്. നിങ്ങൾ ആ വാക്യം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. 57 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ഞാനൊന്ന് വായിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതികൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്ക്കുവാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തനോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. അവനവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനില്ല. നോ മാൻ ഹാവിംഗ് പുട്ട് ഹിസ് ഹാൻഡ് ടു ദ പ്ലവ് ആൻഡ് ലുക്കിംഗ് ബാക്ക് ഈസ് ഫിറ്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, മെനി ആർ അട്രാക്റ്റഡ് ടു ജീസസ് ഫോർ ദ ബ്ലെസ്സിങ്സ് ആൻഡ് ഫോർ സൂപ്പർ നാച്ചുറൽ വർക്ക്സ് ഓർ മിറക്കിൾസ് ആൻഡ് കംഫർട്ട്. അനേകർ കർത്താവിൻ്റെ പിന്നാലെ വന്നത് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ദൈവവചനം പലപ്പോഴും പഠിച്ചിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാകും. പലരും, ഒരു വലിയൊരു ജനം കർത്താവിൻ്റെ പിന്നാലെ വന്നതൊക്കെയും ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക്, ഭൗതികമായ അത്ഭുതങ്ങൾക്ക്, ഭൗതികമായ വിടുതലുകൾക്ക് ആവശ്യമായിട്ടാണ്. പക്ഷേ ഇവിടെ കർത്താവ് ഇവരോട് പറഞ്ഞിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, വളരെയധികം ആത്മീക അർത്ഥമുള്ള ഒരു വിഷയമാണ്. അതുമാത്രമല്ല, ഈ കടന്നു വന്നവരും കർത്താവിൻ്റെ പിന്നാലെ കടന്നു വന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതുകൊണ്ടല്ല, കർത്താവ് ആരെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്. പക്ഷെ വിഷയം എവിടെയാണെന്ന് ചോദിച്ചാൽ, കർത്താവ് തന്നെ അനുഗമിക്കുവാൻ തക്കവണ്ണം അവരോട് പറഞ്ഞപ്പോൾ ആ വിളിയെ അവർ നിരസിച്ചില്ല. പക്ഷേ ആ വിളിക്ക് അവർ തടസ്സമായി പറഞ്ഞത് അവരുടെ ഭൗതിക ജീവിതത്തിലുള്ള ചില ബന്ധങ്ങൾ, ഭൗതിക ജീവിതത്തിലുള്ള ചില അടുപ്പങ്ങൾ, ഭൗതിക ജീവിതത്തിലുള്ള ചില അറ്റാച്ച്മെൻറ്റ്സ്, ഇതൊക്കെയായിരുന്നു. സഹോദരങ്ങളെ, നമ്മളിൽ പലർക്കും കർത്താവിനെ വേണ്ടും വണ്ണം തക്കവണ്ണം സേവിക്കുവാൻ തക്കവണ്ണം കഴിയാത്തത്, കർത്താവിൻ്റെ പിന്നാലെ വേണ്ടും വണ്ണം നമുക്ക് അനുഭവിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം നമ്മുടെ ഭൗതികമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്സ്, ഭൗതികമായിട്ടുള്ള ചില വിഷയങ്ങളുമായിട്ടുള്ള നമ്മുടെ വലിയ ബന്ധങ്ങൾ, കർത്താവിനേക്കാൾ അധികമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ, ഇതൊക്കെ തന്നെയാണ്. ഇന്നത്തെ പകൽക്കാലം ഈ ദൈവവചനം മനസ്സിലാക്കുമ്പോൾ, ഹല്ലേലൂയ, ചില കാര്യങ്ങളുടെ മധ്യത്തിൽ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കുവാനും മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, നമ്മുടെ പിന്നിൽ നിന്നൊരു ബലം പ്രാപിപ്പാനും തക്കവണ്ണം കർത്താവ് ഈ വചന ശുശ്രൂഷയിൽ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സാൽവേഷൻ ഈസ് നോട്ട് ഫ്രീ ബട്ട് ഡിസൈപ്പിൾഷിപ്പ് ഈസ് കോസ്റ്റ്ലി. സാൽവേഷൻ ഈസ് ഫ്രീ ബട്ട് ഡിസൈപ്പിൾഷിപ്പ് ഈസ് കോസ്റ്റ്ലി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രക്ഷ എന്ന് പറയുന്നത് സൗജന്യമാണ്. രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരു വിലയും കൊടുക്കണ്ട. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടല്ല രക്ഷിക്കപ്പെട്ടത്. രക്ഷ എന്ന് പറയുന്നത് സ്വർഗം നമുക്ക് തന്ന ദാനമാണ്. എന്നാൽ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വില നമ്മൾ കൊടുക്കണം, അല്ലേ? നമ്മുടെ ഇഷ്ടങ്ങളെ വിട്ടിട്ട്, അതുവരെയുള്ള ജീവിത രീതികളെ വിട്ടിട്ട്, അതുവരെയുള്ള ഭൗതികമായ ലക്ഷ്യങ്ങളെയും മാർഗങ്ങളെയും വിട്ടിട്ട് ഒരു പ്രത്യേക വഴിയിലൂടെ, ഒരു പ്രത്യേക വ്യക്തിയുടെ പിന്നാലെ നമ്മൾ പോകുന്നതാണ് ശിഷ്യത്വത്തിൻ്റെ യാത്ര എന്ന് പറയുന്നത്. സോ അത് കോസ്റ്റ്ലിയാണ്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. True discipleship requires wholehearted commitment to Christ even at great personal cost. എന്താണ് ഒരു യഥാർത്ഥ ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ? പൂർണ്ണമായ ഒരു സമർപ്പണം, ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായി നമ്മൾ സമർപ്പിക്കുക. ക്രിസ്തുവിൻ്റെ പാതയിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. അറ്റ് അവർ പേഴ്സണൽ കോസ്റ്റ്, വ്യക്തിപരമായി വില കൊടുത്തുകൊണ്ട്,
വ്യക്തിപരമായി ചില നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട്, വ്യക്തിപരമായിട്ട് ചില ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളിൽ കഷ്ടം സഹിച്ചുകൊണ്ട് നമ്മളെ മനഃപൂർവമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതാണ് ശിഷ്യത്വത്തിൻ്റെ പാതയുടെ ആദ്യ ഭാഗമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ബട്ട് വൺ തിങ് വി ഷുഡ് റിമെമ്പർ, ഹി ഈസ് നോട്ട് ലൈക്ക് അതർ മാസ്റ്റേഴ്സ് അറൗണ്ട് ദ വേൾഡ്. ലോകത്തിൽ മറ്റു ഗുരുക്കന്മാരെ പോലെയോ ലോകത്തിൽ മറ്റ് വലിയ മതസ്ഥാപകർ എന്ന് പറയുന്നവരെ പോലെയോ ഉള്ള ഒരു വ്യക്തിയല്ല യേശു കർത്താവ്. ഹി നെവർ ബെഗ്ഡ് ഫോർ ബിലീവേഴ്സ്, ഹി നെവർ ബെഗ്ഡ് ഫോർ ഡിസൈപ്പിൾസ്. നമ്മൾ ഓർക്കണമേ സഹോദരങ്ങളെ, നിങ്ങൾ എൻ്റെ പിന്നാലെ വാ എന്ന് പറഞ്ഞ് ലോകത്തിലെ ഗുരുക്കന്മാരും ലോകത്തിലെ ടീച്ചേഴ്സും ഒക്കെ മറ്റുള്ളവരെ തങ്ങളുടെ അനുയായികളാക്കുവാൻ തക്കവണ്ണം അവരുടെ പിന്നാലെ പോകുന്ന പോലെ പോയ കർത്താവല്ല. പിന്നെയോ തൻ്റെ പിന്നാലെ ആരൊക്കെ വരുന്നുവോ അവരെ ഒരു നിമിഷം അവിടെ നിർത്തി അവരോട് തിരിഞ്ഞു നിന്ന് നിങ്ങളെന്നെ അനുഗമിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു വില കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് അവർക്ക് മുന്നറിയിപ്പ് കൊടുത്ത കർത്താവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 66-ാമത്തെ വാക്യം നമ്മൾ ഒരിക്കലും മറക്കരുതാത്ത വാക്യം. എന്ന് പറഞ്ഞാൽ 6-ാമത്തെ അധ്യായം ആരംഭിക്കുമ്പോൾ ഒരു വലിയ പുരുഷാരം യേശു കർത്താവിൻ്റെ പിന്നാലെ വന്നു. അവർ അത്ഭുതങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു, ഭൗതികമായ ഭക്ഷണമൊക്കെ അവർക്ക് അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് തൻ്റെ ആഗമന ഉദ്ദേശം, ഈ ഭൂമിയിലേക്ക് താൻ എന്തിനാണ് വന്നത്? ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ ഭക്ഷിക്കുന്നവർ എന്മൂലം ജീവിക്കും, എന്നെ ഭക്ഷിക്കാൻ ഞാൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുകയില്ല. ഇങ്ങനെ ആത്മീയമായ അർത്ഥത്തിൻ്റെ ആ ഉൾക്കാമ്പിലേക്ക് കർത്താവ് പോയി കഴിഞ്ഞപ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 66-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എല്ലാവരും അവനെ വിട്ടുപോയെന്ന്. ഏതാണ്ട് ഈ 12 അപ്പോസ്തലന്മാർ മാത്രം കർത്താവിൻ്റെ ചുറ്റും നിന്നു. ചിന്തിച്ചു നോക്കിക്കേ, അത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ലോകത്തിലുള്ള ഗുരുക്കന്മാരെ പോലെ ഹി വാസ് നോട്ട് ദ വൺ ഹു വാസ് ബെഗിങ് ഫോർ ഫോളോവേഴ്സ്. നോ, he was always warning others, before you take a step to follow me, before you take a step to be called Christian, sit and count the cost. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഡിസൈപ്പിൾഷിപ്പിന്റെ വഴിയെക്കുറിച്ച്. അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ഒരുവൻ ഇരുന്ന് ഗോപുരം പണിയുവാൻ്റെ കവണം തുടങ്ങുമ്പോൾ അതിനു മുമ്പ് അതിന് ചിലവാക്കുന്ന പണത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന്. One has to count the cost before he sits and build a tower. അത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഒരു രാജാവ് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ അതിന് തന്നോടുള്ള പടയാളികളുടെ എണ്ണം നോക്കുന്നതിനെക്കുറിച്ച്, ഇരുന്ന് ചെലവിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനെക്കുറിച്ച് കർത്താവ് അവിടെ പറയുന്നുണ്ട്. അതിനുശേഷമാണ് തന്നെ അനുഗമിക്കുന്ന ജനത്തെക്കുറിച്ച് പറയുന്നത്. അപ്പനേക്കാളും അമ്മയെക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും സഹോദരന്മാരെക്കാളും സഹോദരികളെക്കാളും താഴേക്ക് വായിച്ചു വരുമ്പോൾ സ്വന്തം ജീവനെ പോലും പകയ്ക്കാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കും എൻ്റെ കൊണ്ടും കഴിയുകയില്ലെന്ന് കർത്താവ് പറഞ്ഞത്. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എൻ്റെയും നിങ്ങളുടെയും ജീവിതം എന്ന് പറയുന്നത് ഒരു സാധാരണ ജീവിതമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വിലയൊന്നും കൊടുത്തില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ നഷ്ടമൊന്നും സഹിച്ചില്ലല്ലോ, എന്തെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഐ ടെൽ യു മൈ ബ്രദർ, മൈ സിസ്റ്റർ, യു നീഡ് ടു ഡിഫൈൻ യുവർ ഐഡന്റിറ്റി വൺസ് അഗെയിൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആ വ്യക്തിത്വം, ആത്മീയ വ്യക്തിത്വത്തെക്കുറിച്ച് വീണ്ടും ഒരിക്കൽ കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയാണോ? ഞാൻ യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലാണോ? ഞാൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണോ? കാരണം ക്രിസ്തുവിൻ്റെ ശിഷ്യൻ നഷ്ടം സഹിക്കുന്നവനാ. അവന് നഷ്ടം സഹിച്ചേ പറ്റൂ. നഷ്ടം സഹിക്കാതെ, ചില കാര്യങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാതെ, ഒരു സാക്രിഫിഷ്യൽ വേയിലൂടെ പോകാതെ ഒരിക്കലും കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ആൻഡ് ഡിസൈപ്പിൾഷിപ്പ് ഈസ് നോട്ട് എ ഹോബി, ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ ഓഫ് സാക്രിഫൈസ്. ഈ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത് ഒരു സ്റ്റൈൽ ഓഫ് ലൈഫായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ചില ടീഷർട്ടൊക്കെ ധരിച്ചിട്ട് ഒക്കെ നടക്കുന്നത് പോലെ. ടീഷർട്ട് ധരിക്കുന്നതിനെ കുറിച്ച് കുറ്റമൊന്നും പറഞ്ഞാലല്ല, ഞാൻ പറയുന്നത് യുവർ ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് കൺഫൈൻഡ് ഓൺലി ടു ദാറ്റ്. അതിട്ടത് കൊണ്ടോ, ഒരു വേഷം ധരിച്ചത് കൊണ്ടോ, ഒരു ഭാഷ സംസാരിച്ചത് കൊണ്ടോ, ഒരു പ്രത്യേക രീതിയിൽ പെരുമാറിയത് കൊണ്ടോ നീയും ഞാനും ക്രിസ്ത്യനാകത്തില്ലെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ക്രിസ്ത്യൻ ലൈഫ് ഈസ് മച്ച് മോർ ദാൻ ദാറ്റ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ലൈഫ് സ്റ്റൈൽ ഓഫ് സാക്രിഫൈസ്. കർത്താവിന് വേണ്ടി ത്യാഗം അനുഭവിക്കുന്ന, കർത്താവിന് വേണ്ടി നഷ്ടം സഹിക്കുന്ന, കർത്താവിന് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന, കർത്താവിന് വേണ്ടി ഹല്ലേലൂയ കർത്താവിൻ്റെ കുരിശെടുത്തുകൊണ്ട് അവൻ്റെ പിന്നാലെ പോകുന്ന എ കണ്ടിന്യൂസ് ട്രാവലറാണ് ഒരു ഡിസൈപ്പിൾ എന്ന് പറയുന്നത്. ഫോളോയിങ് ജീസസ് ഈസ് എ ലൈഫ് ലോങ് ഫോർവേഡ് മൂവിങ് കമ്മിറ്റ്മെന്റ്. ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റാ. എനിക്ക് എപ്പോൾ റെസ്റ്റ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് എപ്പോൾ പഴയ ജീവിതത്തിലേക്കൊന്ന് പോകാൻ പറ്റും എന്ന് വെച്ചാൽ നോ. When you say yes to Jesus, you can never ever say no to him if you are a disciple. ഒരിക്കൽ യേശു കർത്താവിനോട് യേശു പറഞ്ഞ് അവൻ്റെ പിന്നാലെ നീ വന്നുവെങ്കിൽ ഒരിക്കലും അവനോട് പിന്നെ നോ പറയുവാൻ തക്കവണ്ണം കഴിയുകയില്ല ഒരു ശിഷ്യനായി തീർന്നു കഴിഞ്ഞാൽ. ബിക്കോസ് ഇറ്റ്സ് എ ലൈഫ് ലോങ് ബോണ്ട്.
It is a lifelong commitment. Hallelujah. When you say yes to him, there is no room for looking back. നമുക്ക് തിരിഞ്ഞു നോക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ഞാൻ ഇത് പ്രാരംഭമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കർത്താവ് പറഞ്ഞ ഈ ഒരു സിമിലിയിലേക്കൊന്ന് വരുവാനായിട്ട് ആഗ്രഹിക്കുക. കർത്താവ് പറഞ്ഞു, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞാൽ, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും എൻ്റെ ശിഷ്യനായിരിക്കാൻ തക്കവണ്ണം യോഗ്യനല്ല എന്ന കർത്താവ് പറഞ്ഞത്. നമുക്കറിയാം, ഇൻ ദി ഏൻഷ്യന്റ് ടൈംസ് വെൻ ബിഫോർ ഓൾ ദീസ് ടെക്നോളജീസ് വെയർ ഡിസ്കവേർഡ്, ഈ ടെക്നോളജികളും ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ യാന്ത്രിക യന്ത്രങ്ങളെയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പുരാണ കാലങ്ങളിൽ, പഴയ കാലങ്ങളിലൊക്കെ നിലം ഉഴുവാൻ തക്കവണ്ണം നമ്മൾ ഉപയോഗിച്ചിരുന്നത് കലപ്പയായിരുന്നു അല്ലേ? കാളകളും കലപ്പകളും അല്ലേ? മാനുവലായിരുന്നു. അതിനാ പ്ലവിങ് എന്ന് പറയുന്നത്, പ്ലഫ് അല്ലെങ്കിൽ കലപ്പ എന്ന് പറയുന്നത്. ഇവിടെ കർത്താവ് അത് ഉപമിച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തന്നെ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അത് മനസ്സിലാകുന്ന ഭാഷയെ. ഹല്ലേലൂയ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എ പ്ലവർ മസ്റ്റ് പുട്ട് ബോത്ത് ഹാൻഡ്സ് ഓൺ ദ പ്ലവ് ആൻഡ് ഹിസ് ഐസ് മസ്റ്റ് ഫോക്കസ് ഫോർവേഡ്. If you lose focus, you plough crooked rows and you waste the land. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കലപ്പയ്ക്ക് കൈവച്ചിട്ട് ഉഴുന്ന ഒരു മനുഷ്യൻ, ഒരു കൃഷിക്കാരൻ എന്ന് പറയുന്നത്, അവൻ്റെ രണ്ട് കൈയും കലപ്പയുടെ മേൽ വെക്കണം. അതുമാത്രമല്ല, തൻ്റെ കണ്ണ് മുമ്പോട്ടായിരിക്കണം. തൻ്റെ കണ്ണ് മുമ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ട് കൈകളും കലപ്പയിൽ വെച്ചുകൊണ്ട് വേണം അവൻ ആ പ്ലവിങ് ചെയ്യുവാൻ അല്ലെങ്കിൽ ഉഴുവാൻ. അതല്ലെങ്കിൽ എന്തു പറ്റുമെന്ന് ചോദിച്ചാൽ, സ്ട്രെയിറ്റ് ലൈനിൽ അത് കീറുന്നതിന്, ആ മണ്ണ് കീറുന്നതിന് പകരം അത് ക്രൂക്കഡ് റോസ് ആയിട്ട് മാറും. ക്രൂക്കഡായിട്ട് വളഞ്ഞു 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 പോകും. അത് മാത്രമല്ല, ദ ഹോൾ പ്ലേസ് വിൽ ബി വേസ്റ്റ്. ഹല്ലേലൂയ. തനിക്ക് വിത്ത് വിതയ്ക്കുവാൻ തക്കവണ്ണം പാകമല്ലാത്തവണ്ണം അത് മാറിപ്പോകും. അതിൻ്റെ എല്ലാ ലൈനുകളും മാറിപ്പോകും. അത് നമുക്കറിയാം. അത് ആ വിളവിനെ ബാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്ന് പറഞ്ഞാൽ, ഹി വിൽ പ്രൂവ് ഇറ്റ് ടു ബി എ ബാഡ് ഫാമർ. ഒരു നല്ല കൃഷിക്കാരനായിട്ട് അവനെക്കുറിച്ച് പറയത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അവൻ ചെയ്ത ജോലിയിൽ ശ്രദ്ധിക്കാതെ, ചെയ്ത ജോലിയിൽ കേന്ദ്രീകരിക്കാതെ മറ്റെന്തോ ചിന്തിച്ചു, അല്ലെങ്കിൽ അവൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, ഹി ഡിഡ്ന്റ് പ്ലവ് റൈറ്റ്ലി. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുന്ന വിഷയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ വളരെ ചുരുക്കമായിട്ടൊരു ചെറിയ മെസ്സേജാണ് ഇന്ന് പകൽക്കാലം പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഇവിടെ കേൾക്കുന്ന വിഷയം എന്താണെന്നറിയാമോ? കലപ്പയ്ക്ക് കൈവയ്ക്കുക എന്ന് പറഞ്ഞാൽ പുട്ടിങ് ബോത്ത് ഹാൻഡ്സ് ടു ദ പ്ലവ്. കലപ്പയിലേക്ക് രണ്ട് കൈയും വെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ടോട്ടൽ സറണ്ടറിങ്. നമ്മൾ എവിടെയെങ്കിലും രണ്ട് കൈയും ഇങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം പോലീസുകാരൊക്കെ ഈ കള്ളന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് കൈകളാണ് കള്ളന്മാരൊക്കെ നീട്ടുന്നല്ലേ. എന്ന് പറഞ്ഞാൽ ടോട്ടൽ സറണ്ടറിങ്ങിനെയാണ് കാണിക്കുന്നത്. പൂർണ്ണമായി ഞാൻ കീഴടങ്ങുന്നു എന്ന് ആ രണ്ട് കൈകൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. അപ്പോൾ രണ്ട് കൈകൾ കലപ്പയിലേക്ക് വെക്കുക എന്ന് കർത്താവ് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും നമ്മൾ ലിറ്ററൽ സെൻസിൽ ഇത് എടുക്കരുത്. നിലമൊക്കെ ഉഴുന്നവർ അല്ലെങ്കിൽ ഫീൽഡിൽ പ്ലവ് ചെയ്യുന്നവരെല്ലാം കർത്താവിൻ്റെ ശിഷ്യന്മാരാണെന്നല്ല അതിൻ്റെ അർത്ഥം. ഹി ഈസ് ടെല്ലിങ് എ സിമിലി. ഒരു ദൃഷ്ടാന്തം നമ്മളെ പഠിപ്പിക്കുക. ഒരു കൃഷിക്കാരൻ താൻ ചെയ്യുന്ന വേലയിൽ അല്ലെങ്കിൽ ആ കലപ്പയിൽ രണ്ട് കൈകളും വെച്ചിരിക്കുന്നത് പോലെ എൻ്റെ ശിഷ്യൻ തന്നെ പൂർണ്ണമായി കംപ്ലീറ്റ്ലി എനിക്ക് വേണ്ടി സറണ്ടർ ചെയ്യണം, എൻ്റെ വേലയ്ക്ക് വേണ്ടി സറണ്ടർ ചെയ്യണം, എൻ്റെ ഉപദേശത്തിന് വേണ്ടി സറണ്ടർ ചെയ്യണമെന്നാണ് കർത്താവ് അവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. Praise God. Total surrendering to the Lord. We must be willing to forsake our self-plans, our ambitions, and surrender them to Christ. And we have only one way. I tell you, my brother, my sister, this is what is meant by saying that putting both the hands to the plough. രണ്ട് കൈകളും ആ കലപ്പയിലേക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ ശിഷ്യനായി ഒരു വ്യക്തി കടന്നു വന്നാൽ, he cannot have a divided heart. ഡിവൈഡഡ് ആയിരിക്കുന്ന രണ്ട് ആഗ്രഹങ്ങളുള്ള ഒരു ഹൃദയവുമായിട്ട് കർത്താവിൻ്റെ ശിഷ്യന് ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ലോകത്തെയും കർത്താവിനെയും ഒരുപോലെ സേവിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ഒരു ദൈവ പൈതലിന് ജീവിതത്തിൽ ഒരിക്കലും രണ്ട് ലക്ഷ്യം ഉണ്ടാകുവാൻ കഴിയുകയില്ല. എന്ന് പറഞ്ഞാൽ, സ്വർഗം എൻ്റെ ലക്ഷ്യമാണെന്ന് പറയുന്ന ഒരു ദൈവ പൈതലിന് ഈ ഭൂമി തൻ്റെ ലക്ഷ്യമാണെന്ന് പറയുവാൻ തക്കവണ്ണം തൻ്റെ ജീവിതം കൊണ്ട് കാണിക്കുവാനോ കഴിയുകയില്ല. സ്വർഗം എൻ്റെ ലക്ഷ്യമാണെന്നും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നുവെന്നും ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ
പ്രോഫസി ചെയ്യുമ്പോൾ, വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോൾ, അവരെൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവനാണെന്നും ഈ ലോകത്തിലെ സൗഭാഗ്യമാണ് എൻ്റെ ലക്ഷ്യമെന്നും അല്ലെങ്കിൽ ഈ ലോകത്തിലെ സമ്പാദ്യമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന വിഷയമെന്നും അവർ കണ്ടു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ദിസ് ഫോർമുല ഡസൻറ്റ് വർക്ക്. ഈ ഫോർമുല വർക്ക് ചെയ്തില്ല. കാരണം ഞാൻ എൻ്റെ ഒരു കൈ ലോകത്തിന് കൊടുത്തു, ഒരു കൈയാണ് ഞാൻ കലപ്പയിലേക്ക് വെച്ചത്. രണ്ട് കൈയും കലപ്പയിലേക്ക് വയ്ക്കുവാൻ തക്കവണ്ണം എനിക്ക് കഴിഞ്ഞില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, അതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത്. ഒന്ന് തിരിഞ്ഞു നോക്കി, നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കിയേ. ഇത്രയും നാൾ ഉഴുതു വന്നില്ലേ? ഇത്രയും നാൾ we have been plowing. Where did we plow? How were the lines? Where the lines were crooked? അതോ how we wasted our life, how we wasted our land yet? നമ്മൾ ഇത്രയും നാൾ നമ്മൾ ഉഴുവാൻ തക്കവണ്ണം കർത്താവ് തന്ന സ്ഥലമൊക്കെയും നമ്മൾ വേസ്റ്റ് ചെയ്തോ? തിരിഞ്ഞു നോക്കുമ്പോൾ മനോഹരമായിട്ടാണോ നമ്മൾ പ്ലവ് ചെയ്തിട്ടുള്ളത്, ഉഴുതിട്ടുള്ളത്? അല്ല എങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ബോത്ത് ദ ഹാൻഡ്സ് വെയർ നോട്ട് ദെയർ ടു ദ പ്ലവ്. രണ്ട് കൈകളും ആ കലപ്പയിൽ നമ്മൾ വെച്ചിട്ടില്ല. അതാ നമ്മൾ കർത്താവ് പറഞ്ഞില്ലയോ, രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, നോ വൺ ക്യാൻ സെർവ് ടു മാസ്റ്റേഴ്സ്. കർത്താവ് പറഞ്ഞതാ. കാരണം എന്തെന്ന് ചോദിച്ചാൽ, രണ്ട് യജമാനന്മാരെ സേവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ രണ്ടുപേരോടും വിശ്വസ്തത കാണിക്കാൻ പറ്റത്തില്ല. ന്യൂട്രലായിരിക്കും. അതുകൊണ്ട് അനേക ദൈവമക്കൾ ന്യൂട്രലാകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ചില വചനങ്ങളോട് കൂടുതൽ പ്രതിപത്തി കാണിക്കും. ദൈവവചനത്തിലെ ചില ഭാഗങ്ങൾ നമ്മൾ കണ്ണടച്ച് അറിഞ്ഞില്ല എന്ന് നടിക്കും. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അനേക ദൈവമക്കൾ ദൈവവചനം പഠിക്കുവാൻ തക്കവണ്ണം സമയം ചെലവഴിക്കാത്തത്. കാരണം കൂടുതൽ പഠിക്കുമ്പോഴല്ലേ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അറിയത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ലല്ലോ. പക്ഷെ ഒരു ജൂറിഡിക്ഷൻ സേയിങ് ഉണ്ട്, ഒരു നിയമപരമായ പറച്ചിലുണ്ട്. എന്തെന്ന് പറയുമ്പോൾ, ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. നിയമങ്ങൾ അറിയത്തില്ലെന്ന് പറയുന്നത് ഒരു രക്ഷപ്പെടലല്ല. ഒരു ദൈവവചനം ഒരിക്കലും പറയാൻ പറ്റത്തില്ല, ദൈവവചനം എനിക്ക് അറിയത്തില്ലെന്ന് പറയുന്നത് രക്ഷപ്പെടലല്ല. നമുക്കറിയാമെന്ന ഭാഷയിൽ ലളിതമായിട്ട് എഴുതിയ ഈ ദൈവവചനം നമ്മുടെ എല്ലാവരുടെയും കൈകളിലുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളമാണ് മലയാളം, തമിഴാണ് തമിഴ്, ഹിന്ദിയാണ് ഹിന്ദി, ഏനില്ല കന്നഡയാണ് കന്നഡ, എനി ലാംഗ്വേജ് യു സേ, പ്രിന്റഡ് കോപ്പി ഓഫ് ഗോഡ്സ് വേർഡ് ഈസ് അവൈലബിൾ. സോ നൺ ഓഫ് us can ever say that I don't know. ഒന്നുകിൽ നമ്മുടെ ലേസിനെസ്, ഒന്നുകിൽ നമ്മുടെ മടി, അല്ലെങ്കിൽ വി ആർ ടു ബിസി ഫോർ ദ റോങ് തിങ്സ്. തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അധികം തിരക്കിലുള്ളവരായതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ അവഗണിക്കുന്നു. നമ്മൾ മാത്രമല്ല അവഗണിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടും നമ്മൾ അവഗണിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ കൈകൾ രണ്ടും ആ കലപ്പയിലല്ല എങ്കിൽ നമുക്ക് ആ ഉഴുത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വേല തീർക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയാതെ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? പുട്ട് ബോത്ത് അവർ ഹാൻഡ്സ് ടു ദ പ്ലവ്. No room for divided heart. You can't follow while clinging on to your own old lifestyle. ഇതാ പറയുന്ന, ഒരു കൈ ലോകത്തിൽ വെക്കുക, ഒരു കൈ കർത്താവിന് വേണ്ടി കൊടുത്തിരിക്കുക. രണ്ട് കൈ ഉണ്ട്, രണ്ടും രണ്ടിടത്താണ്. രണ്ട് കൈകളും ഒരിടത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ ഏതിനാണോ അതിന് നമ്മൾ സമർപ്പിക്കപ്പെടുന്നത്. നമ്മൾ ഇന്ന് ശാന്തമായിട്ടൊന്ന് ചിന്തിക്കേ. Are my two hands there at the right place? Are my two hands together? ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. എവിടെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് നമ്മൾ എന്തോത്തേലും കയറി പിടിക്കുന്ന ഒരു കൈ കൊണ്ടാണ് പിടിക്കുന്നത്, രണ്ട് കൈ കൊണ്ടും കയറി പിടിക്കും, ഇല്ലേ? കാരണം ഭൗതിക ശരീരത്തെ രക്ഷിക്കാൻ നമുക്ക് രണ്ട് കൈയുടെ ആവശ്യമുണ്ട്. പക്ഷേ ആത്മാവിനെ രക്ഷിക്കാൻ നമുക്ക് ഒരു കൈ മതി. ചിന്തിച്ച് നോക്കി. നമ്മൾ ആരെങ്കിലും വെള്ളത്തിൽ വീണെന്ന് വെച്ച് ഒഴുക്കിനകത്ത്, അന്നേരം ഒരു പെട്ടെന്ന് കമ്പേൽ പിടികിട്ടി, നമ്മൾ എന്ത് ചെയ്യും? ഒരു കൈ കൊണ്ട് ആദ്യം പിടികിട്ടി എന്നാൽ നമ്മൾ ചിന്തിക്കുമോ എന്നാൽ മറ്റേ കൈ കൊണ്ട് ചുമ്മാ വീശിക്കൊണ്ടിരിക്കാമെന്നില്ല. നമ്മൾ വി വിൽ ട്രൈ. നമ്മൾ ഒരുപാട് ശ്രമിക്കും ഈ കൈയൂടെ കൊണ്ടുവന്ന് പിടിക്കാൻ. എന്തിന്? അത്രയും കൂടെ ബലം നമുക്ക് വേണം. അതിൻ്റെ അർത്ഥം ടോട്ടൽ ക്ലിങ്ങിങ്ങാണ്. നമ്മൾ മുറുകെ പിടിച്ചിരിക്കുക അതിനെ. ദൈവമക്കളെ, ഈ മുറുകെയുള്ള പിടുത്തം ക്രിസ്തുവിലുണ്ടോ? നമുക്ക് രണ്ട് കൈ കൊണ്ട്. എൻ്റെ ടോട്ടൽ സറണ്ടറിങ്, ടോട്ടൽ ഡിപ്പെൻഡൻസ്. ഐ ആം ക്ലിങ്ങിങ് ഹോൾ ഹാർട്ട്ലി ഓൺ ടു മൈ ലോർഡ്. ഹല്ലേലൂയ. ഇതാ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം, ലവ് minimum of the world or anything in this world and love more of Jesus and anything of the Lord. ഈ ലോകത്തിൽ എത്രമാത്രം മിനിമം നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ ലോകത്തെ?
ഈ ലോകത്തിൽ നമുക്ക് ദൈവം എന്ന സകലത്തിലും മിനിമം എത്ര നമുക്ക് ആശ്രയിക്കുവാൻ, മാക്സിമം അല്ല, മിനിമം നമുക്ക് എത്ര ആശ്രയിക്കുവാൻ തക്കവണ്ണം കഴിയുമോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കർത്താവ് ഈ ഭൂമിയിൽ 33 പരം വർഷങ്ങൾ ജീവിച്ചു. ഹി വാസ് ടേക്കിംഗ് ദ മിനിമം ഫ്രം ദ വേൾഡ്, നോട്ട് എ മാക്സിമം. നമ്മുടെയൊക്കെ ജീവിതം എന്താണെന്നറിയാമോ? ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് മാക്സിമം നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് എടുക്കണം. ആർക്ക് വേണ്ടിയാണ്? ആർക്ക് കൊടുക്കാനാണ് ഈ ഭൂമിയിൽ നമ്മൾ മാക്സിമം നേടുന്നത്? ഒന്ന് ഓർത്ത് നോക്കിയേ. ജീവിതകാലം മുഴുവനും ഉറക്കമില്ലാതെ ഊണില്ലാതെ അധ്വാനിക്കുകയാണ്, നമ്മൾ ഓടുകയാണ്. ആർക്കു വേണ്ടി സഹോദരങ്ങളെ? നിങ്ങളൊന്ന് പറഞ്ഞു എന്നോട്. നമ്മൾ പറയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. എനി ഗ്യാരണ്ടി ദാറ്റ് ദേ വിൽ എൻജോയ് ദാറ്റ്? എനി ഗ്യാരണ്ടി ദാറ്റ് യുവർ ചിൽഡ്രൻ ആൻഡ് യുവർ ജനറേഷൻ വിൽ എൻജോയ് ദ ഫ്രൂട്ട് ഓഫ് യുവർ ഓൺ എഫോർട്ട്? നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം നമ്മുടെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ അനുഭവിക്കുമെന്ന് നമുക്ക് ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? കാരണം അവർക്ക് കൈ കിട്ടുന്നത് റെഡിമെയ്ഡ് അല്ലേ, അവർക്കതിൻ്റെ വില അറിയത്തില്ല. അവരത് ലാവിഷായിട്ട് സ്പെൻഡ് ഔട്ട് ചെയ്യും. കാരണം ദേ ഡോണ്ട് നോ ദ വാല്യൂ ഓഫ് ഏണിംഗ് ദാറ്റ്. നമ്മൾ എത്രമാത്രം അധ്വാനിച്ചാണ് ഈ ലോകത്തിൽ പലതും നമ്മൾ ഉണ്ടാക്കിയതെന്നുള്ളത് അധ്വാനിച്ചത് കൊണ്ട് നമുക്കറിയാം. പക്ഷെ അത് ഫ്രീ ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അതവർക്ക് ഗുണത്തിന് പകരം ദോഷമായിട്ട് മാറും. അവരിൽ പലരും ജ്ഞാനമില്ലാത്തവരും പരിജ്ഞാനമില്ലാത്തവരും ദൈവത്തെ അറിയാത്ത കുഞ്ഞുങ്ങളുമാണെങ്കിൽ അതവർ ഈസിയായിട്ട് സ്പെൻഡ് ഔട്ട് ചെയ്യുക മാത്രമല്ല, അവർ ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതകളിലേക്ക് പോകുവാൻ കൂടുതൽ സാധ്യതകളുണ്ട്. കാരണം അവർക്കെല്ലാം അപ്പനും അമ്മയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർക്കിരുന്ന് എൻജോയ് ചെയ്താൽ മാത്രം മതി. അവസാനം അവർ ദരിദ്രത്തിലാവുകയും ചെയ്യും. കാരണം ഫ്രീ ആയിട്ട് കിട്ടിയത് പെട്ടെന്ന് എൻജോയ് ചെയ്ത് തീർക്കും. അധ്വാനിക്കാൻ അവർ അറിയാതെ വരും. അധ്വാനിക്കാൻ അവർ ശീലിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. കാരണം ഫ്രീ ആയിട്ട് അനുഭവിക്കുവാൻ അവർ പഠിച്ചത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഏത് രീതിയിൽ നോക്കിയാലും ശരി, those who enjoy the maximum of the world, those who live for the maximum of the world, those who save or those who are saving something from the maximum of the world suffer at the end of their life. ജീവിതത്തിൻ്റെ അവസാനം അവർ ഒത്തിരി സഫർ ചെയ്യേണ്ടി വരും. ഇഫ് നോട്ട് ഫിസിക്കലി ബട്ട് അറ്റ്ലീസ്റ്റ് മെൻ്റലി. ഭൗതികമായിട്ടല്ലെങ്കിൽ മാനസികമായിട്ട് അവർ സഫർ ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്നറിയാമോ? ഉറക്കളച്ച് അധ്വാനിച്ച്, നിങ്ങളത് സാമാന്യ ബോധത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഹല്ലേലൂയ. ശരിക്ക് ഭക്ഷണം കഴിക്കാതെ, ശരിക്ക് ജീവിതം എൻജോയ് ചെയ്യാതെ, രാപകലില്ലാതെ കിടന്ന് അധ്വാനിച്ച് ഓടി 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 നമ്മൾ ഈ സമ്പാദിച്ച് വെച്ചത് ഒരു ദിവസം നമ്മൾ പോലും അറിയാത്ത വേറൊരാളുടെ കയ്യിലോട്ടാകുക എന്ന് പറഞ്ഞാൽ മാനുഷികമായിട്ട് നമുക്ക് ആർക്കും അത് അംഗീകരിക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. ഈസിയായിട്ട് ചിലരത് അനുഭവിക്കാൻ പോകുന്ന നമുക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ഉണ്മാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ അത് മതിയെന്ന് വിചാരിക്കും. സഹോദരന്മാരെ, സഹോദരിമാരെ, ഹല്ലേലൂയ. സമ്പാദ്യം വേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതരുതെന്നുള്ള അർത്ഥം. അവർക്ക് വേണ്ടി മിനിമമായിട്ടുള്ളത് നമ്മൾ കരുതി വെക്കണം. അവരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, അവരെ നമ്മൾ വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവരെ അധ്വാനിക്കട്ടെ നമ്മളെപ്പോലെ. ഒരു കാര്യം ഞാൻ ഉറപ്പാണ്, നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ടതുപോലെ അവർക്ക് കഷ്ടപ്പെടേണ്ടി വരത്തില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടണമായിരുന്നു. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ അപ്പനും അമ്മയ്ക്കും വേണ്ടി ഞാൻ കഷ്ടപ്പെടണമായിരുന്നു, സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടണമായിരുന്നു. എന്നാൽ ഇന്ന് എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്കും വേണ്ടി കഷ്ടപ്പെടണ്ട. അവരുടെ അപ്പനും അമ്മയ്ക്കും വേണ്ടി അവർ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം ചിന്തിക്കണമേ സഹോദരങ്ങളെ, അവർക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നുണ്ട്, അവർക്ക് കൊടുക്കേണ്ട ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, കർത്താവിൻ്റെ വഴികൾ അവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അവരെ ആ വഴിയിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ട് നമ്മളെല്ലാം അത് അഭ്യസിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും കർത്താവിൻ്റെ വഴി കോംപ്രമൈസ് ചെയ്ത് ഈ ലോകത്തിന് വേണ്ടി നമ്മൾ ജീവിക്കാതിരിക്കാൻ കൊണ്ട് ശ്രമിക്കുക. ടേക്ക് മിനിമം ഫ്രം ദ വേൾഡ്. ഹല്ലേലൂയ. ഈ ലോകം വിട്ടു പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം, ലോകമേ നിൻ്റേത് ഞാൻ എല്ലാം എടുത്തില്ല, എനിക്ക് ജീവിക്കാൻ വേണ്ടിയുള്ളത് മാത്രമേ നിൻ്റെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. അത് നമുക്ക് പറയാനായിട്ട് കഴിയണം സഹോദരങ്ങളെ. അതല്ലെങ്കിൽ വി വിൽ ലുക്ക് ടു ബി ഫൂൾസ് അറ്റ് ദി എൻഡ്. അപ്പോൾ ഇതാണ്, ഈ അർത്ഥമാണ് രണ്ട് കൈകളും കർത്താവിൻ്റെ, അല്ലെങ്കിൽ രണ്ട് കൈകളും കലപ്പയിലേക്ക് വെക്കുക. രണ്ട് കൈകളും കലപ്പയിലേക്ക് വെക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, രണ്ട് രീതിയിൽ കലപ്പകൾ ഉപയോഗിക്കാം. സ്വന്തമായിട്ട് ഉഴുന്ന രീതിയിലുള്ള അത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ കാളകളെ വലിച്ചുകൊണ്ടാണ് കലപ്പ സാധാരണ പോകുന്നത്. ഒരു കയ്യേ ഉള്ളെന്നുണ്ടെങ്കിൽ കാളകൾ വേറൊരിടത്തൂടെ പോകും, നമ്മൾ വേറൊരു വഴിക്കൂടെ പോകും, നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. ഈ ലോകം നമ്മളെ വലിച്ചുകൊണ്ട് പോകും, കൂട്ടുകാർ നമ്മളെ വലിച്ചുകൊണ്ട് പോകും. നമ്മുടെ രണ്ട് കൈകളും ഹല്ലേലൂയ കർത്താവ് തന്നിരിക്കുന്ന കലപ്പയുടെ മേൽ, അല്ലെങ്കിൽ ശിഷ്യത്വമാകുന്ന കലപ്പയുടെ മേൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ ലോകം നമ്മളെ വേറൊരു വഴിയെ വലിച്ചുകൊണ്ട് പോകും, കൂട്ടുകാർ നമ്മളെ വേറൊരു വഴിയെ വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ നമ്മുടെ ടോട്ടൽ കമ്മിറ്റ്മെൻറ്റ് ഇതിലായിരിക്കണം. രണ്ട്, ആ വചനത്തിലേക്ക് നോക്കുമ്പോൾ കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ, ഡോണ്ട് ലുക്ക് ബാക്ക്. നിന്നെ വിളിച്ച വിളിയിൽ നീ മുന്നോട്ട് പോകാനാണ് കർത്താവ് വിളിച്ചത്, നീ പുറകോട്ട് നോക്കാനല്ല.
പുറകോട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് ഞാൻ അതിൽ നിന്ന് ഗ്രഹിച്ചത്. ഒന്ന്, ലോങ്ങിങ് ഫോർ ദി ഓൾഡ് ലൈഫ്. അയ്യോ, എത്ര നല്ല ജീവിതം നഷ്ടപ്പെടുത്തിയിട്ടാണ് ഞാൻ വന്നത്. ചിലർക്ക് സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടില്ലേ? കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് എനിക്ക് എത്ര നല്ല ജീവിതമാണ് നഷ്ടപ്പെട്ടത്. അത് കേൾക്കുമ്പോഴേ ഞാൻ പറയും, ഈ പുള്ളിക്കാരൻ ഇതിനകത്ത് നിൽക്കേണ്ട ആളല്ല, പുള്ളിക്കാരൻ അവിടെ ലോകത്തിലെങ്ങാനും കഴിയേണ്ട ആളായിരുന്നു. ഒന്നതാ ലോങ്ങിങ് ഫോർ ഓൾഡ് ലൈഫ്. രണ്ടാമത്തത് റിഗ്രറ്റ് ഓവർ സാക്രിഫൈസസ് മെയ്ഡ്. കർത്താവിന് വേണ്ടി ചിലർ പറയുന്നത് കേട്ടില്ല, കർത്താവിന് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കും. ഞാൻ വലിയ വലിയ സാക്രിഫൈസ് ചെയ്ത വ്യക്തിയാണെന്ന്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല കർത്താവ് ചെയ്ത സാക്രിഫൈസിനെ കുറിച്ച്. കർത്താവ് 30 വർഷക്കാലം അനുഭവിച്ച കഷ്ടങ്ങളോ ഭാരങ്ങളോ പ്രയാസങ്ങളോ വേദനകളോ പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഈ ഭൂമിയിൽ താൻ ജീവിച്ചപ്പോൾ താൻ അനുഭവിച്ചത് ഒന്നും തന്നെ ഈ വചനത്തിൽ എങ്ങും എഴുതിയിട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ അവസാന വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് ചെയ്ത പല കാര്യങ്ങളും പറയുവാൻ ഒത്തിരിയുണ്ട്, പക്ഷെ അതൊന്നും എഴുതാൻ ദൈവാത്മാവ് സമ്മതിച്ചിട്ടില്ല. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചെന്നും അവിടുത്തെ രക്തം നമ്മളെ കർത്താവ് പാപത്തിൽ നിന്ന് വിടുവിച്ചെന്നും കർത്താവ് നമുക്ക് വേണ്ടി പുതുവഴി ഒരുക്കിയെന്നും പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിലൂടെ ഒരു വ്യക്തിയിലൂടെ എഴുതി അറിഞ്ഞതല്ലാതെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ഇതൊക്കെ സഫർ ചെയ്തെന്ന്. ആ ആറ്റിറ്റ്യൂഡാണ് നമുക്കുണ്ടാവേണ്ടത്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഈ കുഞ്ഞുങ്ങളെ ആരെയെങ്കിലും ഇരുത്തിയിട്ട് നമ്മൾ അവരോട് പറയുമോ ഇന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ പറയുന്ന കൂട്ടത്തിൽ പറയും, ഒത്തിരി കഷ്ടപ്പെട്ടതാണ് നിനക്ക് വേണ്ടി എന്നല്ലാതെ നമ്മൾ എണ്ണി പറയാൻ തുടങ്ങുമോ? ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളത് പറയത്തില്ല. കാരണം എന്തെന്നറിയാമോ? നമ്മൾ ചെയ്തതൊക്കെയും സ്നേഹത്തിലാണ് ചെയ്തത്. നമ്മൾ ചെയ്തതൊക്കെയും നമ്മുടെ ഉത്തരവാദിത്വത്തിലാണ് നമ്മൾ ചെയ്തത്. അതൊരിക്കലും മറ്റൊരാളുടെ അപ്രീസിയേഷന് വേണ്ടിയല്ല ചെയ്തത്, മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയല്ല ചെയ്തത്. നമ്മളത് മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ചവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അത് അന്നേരമേ നമ്മൾ മറക്കും. ആൻഡ് ദാറ്റ്സ് ദ റൈറ്റ് വേ. ഭാര്യയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് ഭർത്താവ് പറഞ്ഞുകൊണ്ട് നടക്കുമോ? ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ എ സെൽഫിഷ് പേഴ്സൺ. യു ആർ എക്സ്പെക്ടിങ് സംതിങ് ഫ്രം ദി അതർ സൈഡ്. കർത്താവ് അങ്ങനെയല്ല. കർത്താവ് എന്തെല്ലാം നമുക്ക് വേണ്ടി തന്നു. കർത്താവ് എപ്പോഴെങ്കിലും പറഞ്ഞോ ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്? ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന്, ലുക്കിംഗ് ബാക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോങ്ങിങ് ഫോർ ദി ഓൾഡ് ലൈഫ്. എൻ്റെ പഴയ ജീവിതത്തിൽ നിന്ന് ഇതുവരെ ഞാൻ മാറിയിട്ടില്ല. സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കും. സമയം കിട്ടുമ്പോഴൊക്കെ അതൊന്ന് എ ബിറ്റ് ഓഫ് എൻജോയ്മെൻറ്റിന് വേണ്ടി ഞാൻ പുറകോട്ടൊന്ന് നോക്കും. ഇവിടെ പറയാമെന്ന് ഡോണ്ട് ലുക്ക് ബാക്ക്. കലപ്പയ്ക്ക് കൈവച്ചിട്ട് നീ പുറകോട്ട് നോക്കരുത്. കാരണം നിന്നെ ടെംപ്റ്റഡ് ആക്കും. പിന്നെ കാരണം നിന്റെ കാലിടറിപ്പോകും. ഹല്ലേലൂയ. യു മൈറ്റ് പ്ലവ് ദ റോങ് റോസ് ഓർ ക്രൂക്കഡ് റോസ്. നിന്റെ വഴി തെറ്റിപ്പോകും. ആ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ളത് ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അതുപോലെ പറയുന്നു റിഗ്രറ്റ് ഓവർ സാക്രിഫൈസസ് മെയ്ഡ്. ഞാൻ ഇന്നതൊക്കെ ചെയ്ത ആളാണ്, ഇന്നതൊക്കെ ചെയ്തയാളാണ്. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ ചെയ്തത് കർത്താവിന് വേണ്ടിയാണ് ചെയ്തത്. നമ്മൾ ആരെയും ബോധിപ്പിക്കാനായിട്ട് ചെയ്തതല്ല. കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തതിൻ്റെ 10,000-ൽ ഒരു അംശം ഞാൻ കർത്താവിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും? ഒന്നും ചെയ്തിട്ടില്ല. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവ് പറഞ്ഞു, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറയുവേൻ. ഞങ്ങൾ പ്രയോജനം, വി ആർ അൺപ്രോഫിറ്റബിൾ സെർവൻസ് ആൻഡ് വി ഹാവ് ഡൺ വാട്ട് വി ഓട്ട് ടു ഹാവ് ഡൺ. ഞങ്ങൾ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളത് നിങ്ങൾ പറയണം. നമുക്ക് ആർക്കും അതിനകത്ത് പുകഴ്ചയെടുക്കുവാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മൾ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് തന്ന കൃപയിലാണ് നമ്മൾ ചെയ്തത്. ആ കൃപ തന്നില്ലായിരുന്നെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ കർത്താവിന് വേണ്ടി ചെയ്തെന്നല്ല ചിന്തിക്കേണ്ടത്, കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് ചിലത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയും എൻ്റെ നന്മയ്ക്ക് വേണ്ടി. പ്രൈസ് ഗാഡ്. ലോഡ് ഈസ് നോട്ട് കമ്മിറ്റഡ് ടു us. കർത്താവ് നമ്മളോട് കടപ്പെട്ടിരിക്കുകയല്ല, നമ്മളാണ് കർത്താവിനോട് കടപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ഗാഡ്. അതിനകത്ത് മൂന്നാമതൊരു വിഷയം ലുക്കിംഗ് ബാക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫിയർ ഓഫ് വാട്ട് ഈസ് എഹെഡ്. എൻ്റെ മുമ്പിൽ സംഭവിക്കുവാൻ പോകുന്നത് എന്താണെന്ന് ഒരു ഭയം വരുമ്പോഴാണ് നമ്മളെപ്പോഴും പുറകോട്ട് നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ പുറകോട്ട് ഓടാൻ പറ്റുമെന്നുള്ളതാണ്, അല്ലേ? അതായത് മുമ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള ഭയം, അല്ലെങ്കിൽ മുമ്പിൽ ഉള്ളതിനെക്കുറിച്ച് നമുക്കൊരു സെക്യൂരിറ്റി, ഒരു സുരക്ഷിതത്വ ബോധമില്ല, അല്ലെങ്കിൽ ലക്ഷ്യത്തെക്കുറിച്ച് ഉറപ്പില്ലാത്ത ഒരു വ്യക്തിയാണ് എപ്പോഴും പുറകോട്ട് നോക്കുന്നത്. കൺവിക്ഷൻ ഇല്ല. കർത്താവ് വിളിച്ച വിളിയെക്കുറിച്ച് കൺവിക്ഷൻ ഇല്ല. എൻ്റെ മുമ്പിൽ എനിക്ക് ഓടിത്തീർക്കുവാൻ ഒരു വഴിയുണ്ട് എന്നുള്ള കമ്മിറ്റ്മെൻറ്റ് ആ വ്യക്തിക്കില്ല. കാരണം ഹീ ഈസ് നോട്ട് ഷുവർ ഓർ ഷീ ഈസ് നോട്ട് ഷുവർ അബൌട്ട് വാട്ട് ഈസ് ലൈങ് ദെയർ ഫോർ ഹിം ഓർ ഹർ.
തന്നെ കാത്തിരിക്കുന്നത് എന്താണെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട്, താൻ എത്തിച്ചേരേണ്ട ലക്ഷ്യത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ട് ആ വ്യക്തി എപ്പോഴും പുറകോട്ട് നോക്കും. ആൻഡ് ഹി ഫിയേഴ്സ് വാട്ട് ഈസ് ലൈയിങ് എഹെഡ്. ഹല്ലേലൂയ. ഫിയർ ഓഫ് വാട്ട് ഈസ് എഹെഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കരുതെന്ന് കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ, നിൻ്റെ 2 കൈയും കലപ്പയുടെ മേൽ വെച്ചിട്ട് നിൻ്റെ കണ്ണ് മുന്നോട്ട് വെച്ചിട്ട് പുറകോട്ട് നോക്കാതെ നിൻ്റെ പണി തീരുവോളം നീ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. പ്രൈസ് ഗോഡ്. നെവർ വറി അബൌട്ട് വാട്ട് വാസ് ഹാപ്പനിങ് യെസ്റ്റർഡേ. നമ്മൾ ഇന്നലത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പല വിഷയങ്ങളുണ്ട് കേട്ടോ. അതിനകത്ത് ടെംപ്റ്റേഷൻ ഉണ്ടാകാം. കഴിഞ്ഞ കാലങ്ങളിൽ നാം പാപത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ പാപത്തിൻ്റെ ഓർമ്മകൾ പിശാച് വീണ്ടും കൊണ്ടുവരും, അല്ലെങ്കിൽ നമ്മുടെ ജഡം കുത്തിപ്പൊക്കി എടുത്തിട്ട് വി കുഡ് ബി ടെംപ്റ്റഡ് അഗെയിൻ ടു ഡു ദാറ്റ്. അല്ലെങ്കിൽ പഴയ കാലങ്ങളിൽ നമ്മൾ ദോഷമായിട്ടുള്ള ചില പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് ഒരു ഡിപ്രഷൻ കടന്നു വരാൻ വഴിയുണ്ട്, നിരാശ കടന്നു വരുവാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ്, അൺഹെൽത്ത് റിഗ്രറ്റ് കടന്നു വരുവാൻ കഴിവുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. കർത്താവ് പറഞ്ഞു അത് മറക്കാനാണ് പറഞ്ഞത്. അതെല്ലാം മറന്നു. യു ആർ എ ന്യൂ ക്രീച്ചർ, ഓൾഡ് ഈസ് ഗോൺ. 2 കൊരിന്ത്യർ 5:17 പറയുന്നതാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി എന്നാ. ഓൾഡ് ഈസ് ഗോൺ, ബിഹോൾഡ് എവറിതിങ് ഹാസ് ബിക്കം ന്യൂ. എല്ലാം പുതുതായി തീർന്നെന്ന്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. വഴിയിൽ നിന്നിരുന്ന എന്നെ കർത്താവ് വിളിച്ചിട്ട് ഒരു കലപ്പ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഉഴാൻ, നീ വേല ചെയ്യാൻ. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ആ പുതിയ ജോലി എന്നെ കർത്താവ് ഏൽപ്പിച്ചപ്പോൾ, ശിഷ്യത്വത്തിൻ്റെ പാതയിലേക്ക് കർത്താവ് എന്നെ വിളിച്ചപ്പോൾ, ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ വിളിക്കപ്പെട്ടപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയാമോ? ആ പഴയതിനെ മുഴുവനുമായി മറന്ന് 2 കൈകളും ആ കലപ്പയുടെ മേൽ വെച്ച്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ മേൽ വെച്ചത് പൂർണ്ണമായ സറണ്ടറിങ്ങോടുകൂടി മുന്നോട്ട് നമ്മൾ യാത്ര ചെയ്യുക. നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ലക്ഷ്യത്തിലെത്തുവാൻ നമുക്ക് കഴിയുകയില്ല. വി വിൽ വേസ്റ്റ് അവർ ലൈഫ്. ഫർഗെറ്റ് അബൌട്ട് ഇറ്റ്. ഫർഗെറ്റ് അബൌട്ട് ദ പാസ്റ്റ്. യു മേ ഹാവ് ഡൺ സോ മെനി ബാഡ് തിങ്സ്. ഒത്തിരി പേഴ്സണായിട്ടുള്ള ജീവിതം ജീവിച്ച വ്യക്തികളായിരിക്കാം നമ്മൾ. നമ്മുടെ ജീവിതത്തിലെ പഴയ കാലത്തിലെ അനുഭവങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയുവാൻ തക്കോണം കഴിയാത്ത കാര്യങ്ങളായിരിക്കാം. എന്തായിരുന്നാലും ശരി, അതൊന്നും കർത്താവിന് അറിയാത്ത കാര്യങ്ങളല്ല. കർത്താവ് അതൊക്കെ അന്നേരം സാക്ഷിയായിരുന്നു. നമ്മളതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കർത്താവ് അത് കണ്ടുകൊണ്ട് തന്നെയാണ് നിന്നത്. കർത്താവിൻ്റെ ദൂതന്മാരും അത് കണ്ടുകൊണ്ടാണ് നിന്നത്. ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, കർത്താവ് തൻ്റെ ദൂതന്മാരോടും ശാസനം കൊടുത്തു കാണും, കമാൻഡ് ചെയ്ത് കാണും, നിങ്ങൾ കണ്ട കാര്യങ്ങൾ ഒരു വ്യക്തിയോട് പറഞ്ഞേക്കരുത്. പറഞ്ഞു കാണും കർത്താവ്, അല്ലേ? പറഞ്ഞു കാണും. തീർച്ചയായിട്ടും ഞാനങ്ങനെ വിശ്വസിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ അവനെ ക്ഷമിച്ചു, അവൻ എൻ്റെ മകനായി തീർന്നു, അവൻ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു, അതെല്ലാം ഞാൻ മീഖ പ്രവചനത്തിൽ പറയുന്ന പോലെ അതെല്ലാം ഞാൻ ഐ ചൂസ് നോട്ട് ടു റിമെമ്പർ. അത് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു, ഞാനിതിനെ ആർക്കും ഓർക്കുകയില്ല. എന്നിട്ടത് കണ്ടുകൊണ്ടിരുന്ന ദൂതന്മാരോട് പറഞ്ഞു കാണും, നിങ്ങളത് മറന്നേക്കാൻ പറഞ്ഞു കാണും. അവരപ്പോഴേ മറന്നു കാണും. പിന്നെന്തിനാണ് നമ്മളത് ഓർക്കുന്നത്? കർത്താവിൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിച്ചു. ഹല്ലേലൂയ. പഴയതെന്തെങ്കിലും ഓർമ്മയിൽ വന്നാൽ അത് നമ്മളെ ഹ്യൂമിലിറ്റിയിലേക്ക് നയിക്കണം, താഴ്മയിലേക്ക് നയിക്കണം. ഈ അനുഭവത്തിൽ നിന്നാണല്ലോ കർത്താവിനെ വിടുവിച്ചതെന്ന് ഓർത്ത് നമുക്ക് താഴ്മയുണ്ടാകുവാൻ തക്കോണം ഇടയാകണം. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നിരാശയോ ടെംപ്റ്റേഷനോ വരുവാൻ, അല്ലെങ്കിൽ പ്രലോഭനമോ വരുവാൻ തക്കോണം അതിടയാക്കരുത്. അല്ലെങ്കിൽ അത്ര നല്ലൊരു ജീവിതം കളഞ്ഞിട്ടാണല്ലോ ഞാൻ ഈ ജീവിതത്തിന് വന്നതെന്ന് തോന്നൽ നമുക്കുണ്ടാകുവാൻ പാടില്ല. ഹല്ലേലൂയ. ലോത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം, അല്ലേ? ജനസിസ് 19 ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ ലോത്തിന്റെ ഭാര്യയുടെ ജീവിതത്തെക്കുറിച്ച് അറിയാം. ഷീ വാസ് സേവ്ഡ് ഫ്രം ദ ഡിസ്ട്രക്ഷൻ ബട്ട് വാസ് ലോസ്റ്റ് ബിക്കോസ് ഷീ ലുക്ക്ഡ് ബാക്ക്. അല്ലേ? സൊദോം ഗൊമോറ നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിന് കരുണ തോന്നി, ദൈവത്തിന് കൃപ തോന്നി, ദയ തോന്നി അവളെ കർത്താവ് വിടുവിച്ചു. ഏത്? സൊദോം ഗൊമോറ എരിയുമ്പോൾ ആ തീയോടുകൂടി അവളും എരിഞ്ഞു തീരാതിരിപ്പാൻ തക്കോണം അവളെ രക്ഷിച്ചു. പക്ഷെ എന്ത് പറ്റിയെന്നറിയാമോ? കർത്താവ് പറഞ്ഞു, നീ തിരിഞ്ഞു നോക്കരുതെന്ന്. ഡോണ്ട് ലുക്ക് ബാക്ക്. മനസ്സിലാക്കണമേ ദൈവമക്കളെ, ഡോണ്ട് ലുക്ക് ബാക്ക്. നീ തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ അവൾ ആ കൽപ്പന അവൾ ലംഘിച്ചു. കാരണം എന്നാണെന്നറിയാമോ? അവൾ ഓടിയപ്പോൾ അവളുടെ ശരീരം മാത്രമാണ് ഓടിയത്, പക്ഷേ ഹൃദയം ഇപ്പോഴും എവിടെയായിരുന്നു? സൊദോമിലായിരുന്നു. നമ്മളിൽ പലർക്കും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, നമ്മൾ എക്സ്റ്റേണലി അല്ലെങ്കിൽ പുറത്ത് ചില മാറ്റങ്ങളെ കാണിക്കുന്നുണ്ടെങ്കിലും, നമ്മളിൽ പലരുടെയും ഹൃദയം പഴയ സ്ഥലങ്ങളിൽ തന്നെ, പഴയ ജീവിതചര്യകളിൽ തന്നെയാണ്, പഴയ ജീവിത രീതികളിൽ തന്നെയാണ്, പഴയ കൂട്ടുകാരോടുകൂടെ തന്നെയാണ്. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, അതുമായിട്ട് പൂർണ്ണമായ ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ലഭിപ്പാൻ തക്കവണ്ണം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് ആശ്രയിക്കാം.
പിശാച് അല്ലെങ്കിൽ നമ്മുടെ ജഡം നമ്മുടെ പഴയ ജീവിതത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ അതിനെ ഓരോന്നോരോന്നായി കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് വെച്ചുകൊണ്ട് മുമ്പേ പറഞ്ഞതുപോലെ ടോട്ടൽ സറണ്ടറിങ് അറ്റ് ദ ഫീറ്റ് ഓഫ് ദ ലോർഡ്, ഓരോന്നിനെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവാം ദൈവമേ, എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ ശക്തിയിൽ, എൻ്റെ ജഡത്തിൻ്റെ ബലത്തിൽ എനിക്കിതിന് കഴിയത്തില്ല, പിന്നെയോ അങ്ങയുടെ കൃപ എന്നിൽ തരണമേ, അങ്ങയുടെ ശക്തി തരണമേ, ഇതിനെ വെറുക്കുവാൻ, ഇതിനെ മറക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് ഈ നാളുകളിൽ പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ലോത്തിൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ വന്ന പോലുള്ള അനുഭവമായി പോകും. രക്ഷിക്കപ്പെട്ടെങ്കിലും നഷ്ടപ്പെട്ടു പോകും. എന്തുകൊണ്ട്? വി ലുക്ക്ഡ് ബാക്ക്. നമ്മൾ തിരിഞ്ഞു ലോകത്തിലേക്ക് നോക്കി ജീവിച്ചതുകൊണ്ട്. ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട്, ഒരു വെരി സിമ്പിൾ മെസ്സേജാണ് നമ്മളിന്ന് കേൾക്കുന്നത്. ഹല്ലേലൂയ. മൂന്നാമതൊരു വിഷയം ഇവിടെ പഠിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കട്ടെ. യേശു അവനോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? വെയർ മസ്റ്റ് ബി യുവർ ഐസ്? യുവർ ഐസ് മസ്റ്റ് ബി ഫോക്കസ്ഡ് ഫോർവേഡ്. നിൻ്റെ കണ്ണുകൾ മുമ്പിലേക്ക് ലക്ഷ്യം വെച്ച കണ്ണുകളാണ്. നിന്നെ നിരാശപ്പെടുത്തുന്ന പലതും നിന്റെ ചുറ്റുപാടുണ്ടായേക്കാം. നിന്നെ പുറകോട്ട് വലിക്കുന്ന പലതും നിന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. നിരുത്സാഹപ്പെടുത്തുന്നവർ നിന്റെ ചുറ്റുപാടും കൊണ്ടുവന്നേക്കാം. സാത്താനവൻ്റെ ദൂതന്മാരെ നമ്മുടെ അടുക്കൽ നമ്മുടെ കൂട്ടുകാരുടെ രൂപത്തിൽ അയച്ചേക്കാം, ബന്ധുക്കളുടെ രൂപത്തിൽ അയച്ചേക്കാം. ഒരുപക്ഷെ ഭവനത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ചില കാര്യങ്ങൾക്ക് എതിർപ്പുകൾ വന്നേക്കാം. എന്നാൽ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി ദൂരെ കർത്താവിനെ നോക്കി യാത്ര ചെയ്യാൻ, നമ്മുടെ മുമ്പിൽ യാത്ര ചെയ്ത കർത്താവിനെ നോക്കി യാത്ര ചെയ്യാൻ. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്ന് കഴിഞ്ഞൊരു ദിവസം നമുക്ക് പഠിക്കാനിടയായി. ആ അസംഖ്യ ജനം, ആ ലക്ഷക്കണക്കിന് ജനം എന്തിനെ നോക്കിയാ പോയെന്നറിയാമോ? നിയമപ്പെട്ടകത്തെ നോക്കിയാ പോയത്. ആർക്ക് ഓഫ് ദ കവനന്റ്. Ark of the covenant was leading them. That means the presence of the Lord was leading them. കർത്താവിൻ്റെ സാന്നിധ്യം അവർക്ക് മുമ്പേ നടന്നു പോകുന്നത്. ആർക്ക് ഓഫ് കവനന്റ് അല്ലെങ്കിൽ നിയമപ്പെട്ടകത്തോടു കൂടിയുള്ള ദൈവ സാന്നിധ്യം അവർക്ക് മുമ്പേ പോകുമ്പോൾ അവർ വേറെ എങ്ങോട്ടും നോക്കണ്ട. അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. 2000 മുഴം അകലെ, 2000 ക്യൂബിറ്റ് ഡിസ്റ്റൻസിൽ തങ്ങളുടെ മുമ്പേ പോകുന്ന നിയമപ്പെട്ടകം മാത്രം അവർ നോക്കി യാത്ര ചെയ്താൽ മതി. കറക്റ്റ് വഴിയിലൂടെ അവർ പോകും. നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യത്തിൽ മനോഹരമായൊരു വാക്യം ഞാനത് വായിച്ച്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണെങ്കിലും ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സസ് 1 and 2. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ നമ്മളൊരു ഓട്ടത്തിൽ ഓടുവാൻ തക്കവണ്ണം കർത്താവ് വിളിച്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പോലെ കലപ്പയ്ക്ക് കൈവച്ചിട്ട് നമ്മൾ മുന്നോട്ട് ഒഴുവാൻ തക്കവണ്ണം, പ്ലവ് ചെയ്യുവാൻ തക്കവണ്ണം വി ഹാവ് ബീൻ കോൾഡ് ടു പ്ലവ് ഫോർവേഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു മുമ്പോട്ട് ഓട്ടം സ്ഥിരതയോട് ഓടുവാൻ വിളിച്ചു. ആരെ നോക്കിയാന്ന് അടുത്ത വാക്യം പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യമില്ലാതെ ഓടുന്നവരായിത്തീരും. എന്നെ ഓടാൻ വിളിച്ച് ഞാൻ ഓടുവാന്ന് പറഞ്ഞ് റോങ് ഡിറക്ഷനിലേക്ക് നമ്മൾ ഓടിക്കഴിഞ്ഞാൽ എന്തോ പറ്റും? അല്ലേ? ശരിയല്ലേ നമ്മൾ പറഞ്ഞത്? എന്തെങ്കിലും ഈ ടെററിസ്റ്റുകളൊക്കെ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഗണ്ണ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ പറയാം ഓടിക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണു അടച്ച് ഓടുകയെന്ന് ചിലപ്പോൾ ഓടുന്നവരുടെ മുമ്പിലോട്ടായിരിക്കും ഓടിച്ചെല്ലുന്നത്. അല്ലേ? അപ്പോൾ വി മസ്റ്റ് നോ വേർ വി ഷുഡ് റൺ ടു. നമ്മൾ എങ്ങോട്ടാണ് ഓടേണ്ടതെന്ന് ലക്ഷ്യം പൂർണ്ണമായിട്ട് നമുക്കറിയണം. ഇവിടെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. പക്ഷെ എങ്ങോട്ടാണെന്ന് പറയുന്നു 2-ാമത്തെ വാക്യത്തിൽ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കിയാണ് നമ്മൾ ഓടേണ്ടതല്ലേ? യേശു ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നതിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു, തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവേൻ എന്ന് പറഞ്ഞാൽ നോക്കിക്കൊള്ളുവേൻ. നമ്മുടെ മുമ്പിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു ഉണ്ട്. ആ യേശുവിനെ നോക്കി ഓടാനാണ് വിളിച്ചിരിക്കുന്നത് നമ്മളെ. കർത്താവിൻ്റെ ശിഷ്യനായി ഞാൻ വിളിക്കപ്പെട്ടെങ്കിൽ എൻ്റെ മുമ്പിൽ മറ്റാരുമില്ല. ദൈവസഭയിലെ ശുശ്രൂഷകരല്ല, അല്ലെങ്കിൽ ഈ ലോകത്തിൽ വിശ്വസ്തയോടെ ജീവിക്കുന്ന ദൈവഭക്തന്മാരില്ല. എന്നാൽ എൻ്റെ മുമ്പിൽ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ പിന്നാലെ ഇവരൊക്കെ യാത്ര ചെയ്തതുകൊണ്ട് പൗലോസ് പറയുന്നത് പോലെ ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയ, 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പറയുന്ന പോലെ ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ. നമ്മൾ ഈ ഭക്തന്മാരെയൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. കാരണം ഒരൊറ്റ വിഷയത്തിലാണ്. എന്താണെന്നറിയാമോ? ആ ഭക്തന്മാരുടെ മുമ്പിൽ യാത്ര ചെയ്ത ക്രിസ്തുവിനെ നോക്കിയാണ് അവരൊക്കെ യാത്ര ചെയ്തത്. അതുകൊണ്ട് നമുക്കും അവരുടെ പിന്നാലെ പോകാം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം യേശുവായിരിക്കണം. നമ്മുടെ വാക്ക്, നമ്മുടെ വഴി യേശു പോയ വഴിയായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു വാക്യമുണ്ട്. എന്താണെന്നറിയാമോ?
ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധരായി ലാക്കിലേക്ക് ഓടുന്നു. ചിന്തിച്ചു നോക്കി, ഇവിടെയും പറയുന്നതാ, പിമ്പിലുള്ളത് ഞാൻ മറന്നു, മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുള്ള ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ഞാൻ ലാക്കിലേക്ക് ഓടുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അങ്ങനെ ഓടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാൻ തക്കവണ്ണം കഴിയും. ഹല്ലേലൂയ. നമ്മൾ ആരും സ്റ്റാഗ്നൻ്റ് ആകുവാൻ, സ്റ്റേഷനറി ആകുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നില്ല. 4 വർഷം മുമ്പ് നമ്മളെ എവിടെ കണ്ടോ അവിടെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നതെങ്കിൽ വി ആർ സ്റ്റേഷനറി. നമ്മളറിയാമല്ലോ, ഈ എയർ റോഡുകളിലൂടെയൊക്കെ യാത്ര ചെയ്തു പോകുമ്പോൾ അതിൻ്റെ സൈഡുകളിൽ പാർക്കിംഗ് ഉണ്ട്, പോക്കറ്റുകളുണ്ട്. എന്താണെന്നറിയാമോ? ഈ ദൂരെ നിന്ന് വരുന്ന വലിയ ട്രെയിലറുകളൊക്കെ സൈഡിൽ ഇട്ടിട്ട് അതിൻ്റെ ഡ്രൈവർമാർ അതിനകത്ത് ഇരുന്നുകൊണ്ട് റെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവർ ഉറങ്ങുന്നത് കാണാൻ പറ്റും. അതിന് നമ്മൾ പറയുന്നത് ട്രക്ക് ഈസ് സ്റ്റേഷനറി എന്നാണ്. ട്രക്ക് ഈസ് നോട്ട് റണ്ണിങ്, ഇറ്റ് ഈസ് സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ അതവിടെ നിശ്ചലമായിരിക്കുക. അനേക ദൈവമക്കളുടെ ജീവിതം സ്റ്റേഷനറിയാണ്, എപ്പോഴും ശാന്തമായിട്ട് സ്റ്റേഷനറിയാണ്. പണ്ട് എവിടെയായിരുന്നു അവിടെ തന്നെ, അല്പം പോലും കുറഞ്ഞിട്ടുമില്ല കൂടിയിട്ടുമില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളെ അതിനല്ല വിളിച്ചത്, നമ്മളെ ഓടുവാനാണ് വിളിച്ചത്. ഇന്നലെ ഞാൻ എവിടെയായിരുന്നുവോ അവിടെയല്ല ഞാൻ ഇന്നലെ ഞാൻ ലോകത്തിലായിരിക്കാം, പല പാപ സ്വഭാവങ്ങളിൽ നിന്നുണ്ടായിരിക്കാം, പല വഴികളിൽ വീഴ്ചകളുണ്ടായിരിക്കാം. എന്നാൽ അതിനെയൊക്കെയും വിട്ട്, വചനം പറയുന്ന പോലെ മുറുകെ പറ്റുന്ന സകല പാപങ്ങളെയും ഭാരങ്ങളെയും വിട്ട് എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഞാൻ സ്ഥിരതയോടെ ഓടുവാൻ വിളിക്കപ്പെട്ടവനാണെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് ക്രിസ്തുവിനെ നോക്കി നമ്മൾ ഓടണം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവേ, യേശു കർത്താവിനെ നോക്കി അനുദിനം എനിക്ക് ഓടുവാനുള്ള കൃപ തരണമേ. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും അഭിഷേകത്തിലും പരിശുദ്ധാത്മാവ് നമ്മുടെ ഹെൽപ്പറായി, നമ്മുടെ കൗൺസിലറായി, നമ്മുടെ സഖിയായി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് പറഞ്ഞു തരും. നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല ഒന്നിലും. നമ്മുടെ ജീവിതത്തിൽ വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ അത് ഓർമ്മിപ്പിക്കും. പ്രൈസ് ഗാഡ്. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ ലക്ഷ്യമാക്കി ഓടാം. ഹല്ലേലൂയ. ഫോക്കസ് അവർ ഐസ് ഫോർവേഡ്. നമ്മുടെ കണ്ണുകൾ എപ്പോഴും മുന്നിലോട്ടായിരിക്കണം, പുറകിലേക്കല്ല. അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഞാൻ ഒന്ന് ചെയ്യുന്നു, പിമ്പിലുള്ളത് ഞാൻ മറന്നു. അവിടെ 2 അർത്ഥങ്ങളുണ്ട് സഹോദരങ്ങളെ. പിമ്പിലുള്ളത് മറന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിലുള്ളതൊക്കെ ഞാൻ മറന്നെന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം ഇതാണ്, ഞാൻ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ അതൊക്കെ ഞാൻ മറന്നെന്ന്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ അത് ഞാൻ മറന്നെന്ന്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഐ ആം സ്റ്റാർട്ടിങ് എ ഫ്രഷ് സ്റ്റാർട്ട്. കർത്താവെ, എന്തെങ്കിലും എനിക്കൊന്ന് ചെയ്യണം. പക്ഷെ നമ്മൾക്ക് പലർക്കും ഒരു 25 വർഷം മുമ്പ് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തെങ്കിൽ അതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇരിക്കുന്നത്, അല്ലേ? പലപ്പോഴും ദൈവസേനയിലുള്ള ക്രെഡൻഷ്യൽ നമ്മുടേത്, ക്രെഡിബിലിറ്റി നമ്മുടേത്. ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അല്ലേ? സഹോദരന്മാരെ, സഹോദരിമാരെ, അങ്ങനെയല്ല. കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്തതൊക്കെ നമ്മൾ അന്നേരം മറക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ഡയറിക്ക് അത് എഴുതി വെക്കരുത്. പണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുമായിരുന്നു, ആരെങ്കിലുമൊക്കെ സഹായിക്കുകയാണെങ്കിൽ, വേറൊന്നിനുമല്ല, ചുമ്മാ എഴുതി വെക്കും. പക്ഷേ വർഷങ്ങളായിട്ട് ഞാനത് ചെയ്യത്തില്ല ഒന്നും. കാരണം ഐ ചോസ് നോട്ട് ടു റിമെമ്പർ. കാരണം എന്നെ സഹായിച്ച എത്രയോ വ്യക്തികൾ എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നു. അവരാരും അവരുടെ ഡയറികളിലൊന്നും എഴുതിയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് ഡയറിക്കകത്ത് എഴുതി വെക്കണം? എന്തിന്? കർത്താവ് തരുന്നതൊന്നും കർത്താവ് ഡയറിക്കകത്ത് എഴുതി വെക്കത്തില്ലല്ലോ. അപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമായിട്ട്, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമായിട്ട് എടുക്കണം. വെൻ യു ഡു സംതിങ് ഗുഡ് ഫോർ അതേഴ്സ്, ഫർഗെറ്റ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എ ക്രെഡിബിലിറ്റി ഓൺ യുവർ സൈഡ് ഓർ എ ക്രെഡിറ്റ് ആസ് യുവർ ഓൺ സൈഡ്. നോ. The Lord has blessed you with so much and He never keeps a record of that. So He's expected with you and me as well. Hallelujah. So focus our eyes forward. 2, endurance. Endurance എന്ന് പറഞ്ഞാൽ എ ലോങ് ഒബീഡിയൻസ് ഇൻ ദ സെയിം ഡിറക്ഷൻ. നമ്മൾ വായിച്ചെന്ന് പറഞ്ഞാൽ സ്ഥിരതയോടെ ഓടുക. എൻഡ്യൂറൻസ് വേണം, സ്ഥിരത വേണം ഓട്ടത്തിന്. ഓട്ടത്തിൽ സ്ഥിരത നമുക്ക് എപ്പോഴും കീപ്പപ്പ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എ സ്റ്റഡി ഒബീഡിയൻസ്, എ ലോങ് ഒബീഡിയൻസ് ഇൻ ദ സെയിം ഡിറക്ഷൻ. നമ്മൾ ഓടുന്ന ലക്ഷ്യത്തിൽ ലോങ് ഒബീഡിയൻസ് നമുക്ക് വേണം. അങ്ങ് വരെ നമ്മൾ അനുസരിക്കണം. ഇന്ന് ഞാൻ അനുസരിക്കുന്നു, നാളെ ഞാൻ അനുസരിക്കണം, മറ്റന്നാൾ ഞാൻ അനുസരിക്കണം. എൻ്റെ ഈ ജീവിതം തീരുന്നത് വരെ ഞാൻ കർത്താവിനെ അനുസരിച്ച് ഓടണം. കർത്താവിൻ്റെ വചനത്തെ അനുസരിച്ച് ഞാൻ ഓടണം. കർത്താവ് എൻ്റെ മേൽ വെച്ചിരിക്കുന്ന അധികാരങ്ങളെ അനുസരിച്ച് ഞാൻ ഓടണം. ഇപ്പം ഞാൻ എങ്ങനെയായിരിക്കുന്നുവോ അതിനേക്കാൾ കുറച്ചുകൂടെ സബ്മിഷൻ എൻ്റെ ജീവിതത്തിലുണ്ടാകും. അതവിടെ കാണിക്കുന്നത് എൻഡ്യൂറൻസ്.
ആ എൻഡ്യൂറൻസ് ഇല്ലാതെ നമുക്ക് ആർക്കും ക്രിസ്തീയ ജീവിതം ഓടി തീർക്കാൻ പറ്റത്തില്ല ദൈവമക്കൾ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ് കർത്താവിനോട്. അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ മേൽ ആരെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ, ജോലി സ്ഥലത്തായിക്കൊള്ളട്ടെ, സഭയിലായിക്കൊള്ളട്ടെ, ഭവനത്തിലായിക്കൊള്ളട്ടെ, നമ്മുടെയൊക്കെ മേൽ കർത്താവ് ചില അധികാരങ്ങൾ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാം അധികാരം വെച്ചിരിക്കുന്നത്? നമ്മളെ സൂക്ഷിക്കാനാണ് വെച്ചേക്കുന്നത്. ആ അധികാരമില്ലായിരുന്നു നമ്മളൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു പോയേനെ. വീട്ടിൽ അപ്പനും അമ്മയും ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ? സാധുക്കളായിരിക്കുന്ന ഓർഫൻസ് ആയിരിക്കുന്നവരെ കുറിച്ച് നമുക്കറിയാമല്ലോ, അല്ലേ? അനാഥരായിരിക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് നോക്കി, അപ്പനും അമ്മയും ഇല്ല, അവരുടെ ജീവിതം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന പോലാന്നോ? നമ്മുടെ കുഞ്ഞുങ്ങളെ കറക്ഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഡിസിപ്ലിൻ കൊടുത്ത് അവരെ ജീവിപ്പിക്കുന്നത്. അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നതോടുകൂടി അവർക്ക് ഡിസിപ്ലിനുമുണ്ട്. അവർക്കൊരു വഴി നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മാതൃകയിൽ അവരെ ജീവിപ്പിക്കുന്നത്. കാരണം അവരുടെ മേലൊരു അധികാരം വെച്ചിട്ടുണ്ട്. സഭയിൽ അധികാരം വെച്ചിരിക്കുന്ന അങ്ങനെയാണ്, ജനത്തെ ഒരു വഴിയിൽ, കർത്താവ് പറഞ്ഞിരിക്കുന്ന വഴിയിലൂടെ നയിക്കാനും നടത്താനും. ഓഫീസിലൊരു മാനേജ്മെൻ്റ് ഉണ്ട്. എന്തിനാണെന്നറിയാമോ? അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന സമയത്തായിരിക്കും ചെയ്യുന്നത്. രാവിലെ 9 മണിക്ക് ഓഫീസ് തുടങ്ങുന്നതിന് മുമ്പ് ആരും നോക്കാനും പറയാനും അല്ലെങ്കിൽ നമ്മൾ കയറി ചെല്ലുന്നത് 11:30 12 മണിക്കും ആയിരിക്കും, അല്ലേ? ചെയ്യുന്ന ജോലി നമുക്കിഷ്ടമുള്ള രീതിയിലായിരിക്കും. അധികം താമസിക്കാതെ ആ ഓഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് എല്ലായിടത്തും ഓർത്ത് നോക്കണമേ സഹോദരങ്ങളെ, പലപ്പോഴും നമുക്ക് അധികാരം, നമ്മുടെ മേലൊരു അധികാരം വെക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് ഹ്യൂമൻ ടെൻഡൻസിയാണ്. വി നെവർ വാണ്ട് ടു ഹിയർ നോ ഫ്രം എനിബഡി. മറ്റൊരാൾ നോ എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല, ഇഷ്ടപ്പെടത്തില്ല, നമുക്ക് ദേഷ്യം വരും. പക്ഷെ എപ്പോഴും ഓർക്കണമേ, റോമാലേഖനം 13-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നതാണ്, ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും നൽകപ്പെട്ടിട്ടില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോടെ മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നു, മറുക്കുന്നവനോ ശിക്ഷാവിധി പ്രാപിക്കും നിശ്ചയം. ദൈവവചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻഡ്യൂറൻസ് നമുക്കുണ്ടാക്കണം. ഹല്ലേലൂയ. എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ ലോങ് ഒബീഡിയൻസ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഒരിക്കലും നമ്മൾ ബോറാവരുത്, ഒരിക്കലും ടൂ മച്ച് എന്ന് പറയരുത്. കർത്താവ് നമ്മളെ ശ്രേഷ്ഠമേറി പണിത് നമ്മുടെ ലൈഫ് തീരുമ്പോഴത്തേക്കും മനോഹരമായൊരു പാത്രമാക്കി, അവിടത്തേക്ക് സ്വർഗം അലങ്കരിക്കുവാൻ തക്കവണ്ണം പറ്റിയ ഒരു പാത്രമാക്കി നമ്മളെ കർത്താവ് മാറ്റും. ശ്രേഷ്ഠമേറിയ കിരീടങ്ങൾ, ശ്രേഷ്ഠമേറിയ സ്ഥാനങ്ങൾ അവിടെ നമുക്ക് ലഭിക്കും. അവിടെ ആ സ്ഥാനത്ത് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് തന്നെ ട്രെയിൻഡ് ആവണം. ഹല്ലേലൂയ. വിത്തിൻ 5 മിനിറ്റ്സ് ഞാൻ ദൈവവചനം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് ഫൈനലി പറഞ്ഞു നിർത്തുക, ഫെയ്ത്ത്. ഈ ഓട്ടം ഓടണമെന്നുണ്ടെങ്കിൽ ഫെയ്ത്ത് നമുക്ക് വേണം, വിശ്വാസം വേണം. ഫെയ്ത്ത് മീൻസ് ട്രസ്റ്റിംഗ് വാട്ട് ഈസ് എഹെഡ് ഈസ് ബെറ്റർ ദാൻ വാട്ട് വാസ് ബിഹൈൻഡ്. ട്രസ്റ്റിംഗ് വാട്ട് ലൈയിങ് ഈസ്, ഇറ്റ് ഈസ് ബെറ്റർ എഹെഡ് ദാൻ വാട്ട് വാസ് ബിഹൈൻഡ്. എൻ്റെ പിന്നിലുള്ളതിനേക്കാൾ ബെറ്ററാണ് എൻ്റെ മുമ്പിലുള്ളതെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ നിരാശപ്പെട്ടു പോകും കേട്ടോ. നമുക്ക് നാളെക്കുറിച്ച് സന്തോഷത്തോടെ ഓർക്കാൻ കഴിയണമെങ്കിൽ എന്താണെന്നറിയാമോ? ഒരൊറ്റ വഴിയേ ഉള്ളൂ. കർത്താവേ, ഇതുവരെ എനിക്ക് അനുഭവിച്ച കഷ്ടങ്ങളൊന്നും അല്ല നാളത്തേക്ക് എന്നെ വെയിറ്റ് ചെയ്യുന്നത്. ഏതായാലും ഇത്ര നാളും ഞാൻ അനുഭവിച്ചല്ലോ, ഇത്ര നാളും കടന്നു വന്നു പോയ പരുത്ത റോഡുകളല്ല മുന്നോട്ടുള്ളത്. കാരണം ഇത്രയും നാളും ഞാൻ ജീവിച്ചത് കർത്താവിനെ അറിയാതാണ് ജീവിച്ചത്. കർത്താവ് എന്നോട് കൂടെ ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് കർത്താവിനോട് ജീവിപ്പാൻ കൃപ ലഭിച്ചു. അങ്ങനെയെങ്കിൽ എൻ്റെ മുന്നോട്ടുള്ള ഭാവി ശ്രേഷ്ഠമേറിയ ഭാവിയാണ്. ആ വിശ്വാസത്തിൽ മാത്രമേ നമുക്ക് പോകാനായിട്ട് പറ്റൂ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ഇവിടെ വായിക്കുന്നു, കലപ്പയ്ക്ക് യേശു അവനോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. കർത്താവിനോട് പറഞ്ഞത് എന്താ? ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം ഞാൻ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടട്ട്. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ഞാൻ പോയി വീട്ടിലുള്ളവരുടെ വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് വരട്ടെ. പക്ഷേ അതിനുവേണ്ടി കർത്താവ് കാത്തു നിൽക്കത്തില്ല കേട്ടോ. നമ്മളിൽ പലരും പറയുന്നത് എന്താണെന്നറിയാമോ? കർത്താവെ, പിള്ളേരെയൊക്കെ വളർത്തണം, പിള്ളേരെയൊക്കെ ഒരു നിലയിലൊന്നാക്കട്ടെ, അത് കഴിഞ്ഞിട്ട് എനിക്ക് ചില ഫ്രീ ടൈം കിട്ടും, ഞാൻ ഇറങ്ങി വരാം. ചിലർ പറയുന്നത് കർത്താവെ റിട്ടയർമെൻ്റ് ഒക്കെ ആവട്ടെന്ന്. ഒരു 10-60 വയസ്സ് 65 വയസ്സൊക്കെ ആകുമ്പോഴത്തെ റിട്ടയർമെൻ്റ് ആകും. പിന്നെ നീ എനിക്കൊന്ന് ദീർഘായുസ് തന്നാൽ മതി, ഒരു 85-90 വയസ്സ് വരെ ഞാൻ ജീവിച്ച് അങ്ങേ സേവിക്കാം. ഇതൊക്കെയാണ് നമ്മൾ മിടുക്കന്മാരാണ്, നമ്മൾ മിടുക്കികളാണ്, അല്ലേ? പക്ഷേ ഗോഡ് വുഡ് നെവർ വെയിറ്റ് ഫോർ അവർ ടൈമിങ്. കാരണം നമ്മൾ അറിയുന്നില്ല നാളെ നമുക്ക് സമയം കിട്ടുമോ. ഹല്ലേലൂയ. കർത്താവ് വിളിക്കുമ്പോൾ യേശു പറയുന്നവരാണ് കർത്താവിനെ ഫോളോ ചെയ്യുന്നത്. ഇവിടെ ഒരുത്തൻ പറഞ്ഞു, കർത്താവിന് വേണേൽ പറയാമായിരുന്നു, ഓക്കെ ഞാനിവിടെ നിൽക്കാം, പെട്ടെന്ന് പോയി വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ട് പോവാം. നമ്മളന്നേ അങ്ങനെ പറയും, അല്ലേ? ഓക്കെ, പെട്ടെന്ന് വരണം കേട്ടോ, 5 മിനിറ്റ്സ് ഞാൻ തരാം. നോ. ഇംഗ്ലീഷിലൊരു സേയിങ് ഉണ്ട്, ടൈം ആൻഡ് ടൈഡ് നെവർ വെയിറ്റ് ഫോർ എനിവൺ മാൻ. സമയവും തിരമാലകളും മനുഷ്യന് വേണ്ടി കാത്തിരിക്കത്തില്ല, അത് പോകും മുന്നോട്ട്. കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ യെസ്
യെസ് ലോഡ് ഐ ആം ദെയർ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ പിന്നാലെ പോകുവാൻ കൊണ്ട് നമുക്ക് കഴിയട്ടെ. അതിനായിട്ട് ഈ പകൽക്കാലം കർത്താവ് നമ്മളെ ഉറപ്പിക്കട്ടെ. കർത്താവ് പറഞ്ഞതാ, ഞാൻ നിന്നെ വിളിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാനല്ല. കാരണം നീ നോ പറയുന്നിടത്ത് ഞാൻ മറ്റൊരാളെ എഴുന്നേൽപ്പിക്കും. ഒരിക്കലും എൻ്റെ വേല ചെയ്യുവാൻ ആളില്ലാതെ വരത്തില്ല ഈ ഭൂമിയിൽ. ഒരാൾ കാണും എൻ്റെ വേല ചെയ്യുവാൻ, പക്ഷെ നിനക്ക് നിൻ്റെ വഴി നഷ്ടപ്പെട്ടു പോകും. നിനക്ക് നിൻ്റെ ചാൻസ് നഷ്ടപ്പെട്ടു. യൂദാസിൻ്റെ ചാൻസ് പോയി. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, വെൻ യൂദാസ് ഫെയിൽഡ് അപ്പോസ്റ്റൽ പോൾ വാസ് റൈസ്ഡ് അപ്പ്. ഞാൻ അങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. യൂദാസ് പോയിടത്താണ് അപ്പോസ്തലനായ പൗലോസിനെ വളരെ ശക്തിയോടെ ദൈവം ഉപയോഗിച്ചത്. അല്ലെങ്കിൽ തന്നെ നമുക്കിങ്ങനെ ചിന്തിക്കാം, യൂദാസ് പോയിടത്ത് മത്യാസിനെ ദൈവം എടുത്തു. മത്യാസിനെ ചീട്ട് വീണ് മത്യാസിനെ തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോസ്തലന്മാർ. അപ്പോൾ എനിവേ യൂദാസ് പോയത് കൊണ്ട് ഒരു കോളം ബ്ലാങ്കായിട്ട് കടന്നില്ല. ആ കോളം ഇമ്മീഡിയറ്റ്ലി തന്നെ ഹോളി സ്പിരിറ്റ് ഫില്ല് ചെയ്തു. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കഴിഞ്ഞ നാളുകളിൽ പലതവണ പലയിടത്തും നമ്മൾ നോ പറഞ്ഞില്ലെങ്കിലും നോ അഭിനയിച്ച്, ഇപ്പം ഈ പറഞ്ഞതുപോലെ വരത്തില്ലെന്ന് പറഞ്ഞില്ല, പക്ഷേ നമ്മൾ താമസം കാണിച്ചു, ഡിലേ കാണിച്ചു. കർത്താവെ ചിലത് ചെയ്യാനുണ്ട്, പക്ഷേ ഗോയിങ് ഫോർവേഡ്, ഇനി മുന്നോട്ടുള്ള കാലം അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ യേസ് ലോർഡ് ഹിയർ ആയ കർത്താവെ ഇതാ ഞാനൊന്ന് പറയുവാൻ തക്കവണ്ണമുള്ള കൃപ നമുക്ക് ലഭിക്കേണ്ടതിനായിട്ട് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. അതുപോലെ കർത്താവ് പറഞ്ഞ സിമിലി, ആ ഉദാഹരണം, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കാതെ, നമ്മുടെ രണ്ട് കരങ്ങളും കലപ്പയിലേക്ക് വെച്ചിട്ട് പുറകോട്ട് നോക്കാതെ, പഴയ കാലത്തെക്കുറിച്ച് ഓർക്കാതെ, നമ്മൾ ചെയ്ത ത്യാഗങ്ങളെക്കുറിച്ച് ഓർത്ത് ധ്യാനിച്ചു കൊണ്ടിരിക്കാതെ, അതുപോലെ എൻ്റെ മുമ്പിലുള്ള വിഷയങ്ങളെ ഓർത്ത് ഭയപ്പെടാതെ സ്ഥിരചിത്തയോടുകൂടി കണ്ണുകൾ മുന്നോട്ട് തന്നെ വെച്ചിട്ട് കർത്താവ് തന്നിരിക്കുന്ന ഓട്ടത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഓടിച്ചു തീർക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ തലകളെ കർത്താവിൻ്റെ സന്നിധി